അംഗങ്ങളുടെ വിവിധങ്ങളായ ഗ്രൂപ്പുകളിലൂടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ ഒരു വലിയ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ന് അതിന് സമാരംഭം കുറിക്കുകയാണ്. വാതായനം എന്ന രീതിയിൽ എന്ന ഒരു പേരിൽ അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്താകമാനമുള്ള, കേരളത്തിൽ പ്രത്യേകിച്ച് ഉള്ള വിദ്യാർത്ഥികളെ അവരുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്ന് വിവരിക്കുന്നതാണ്. ഇന്ന് 8:30 ഇതിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഇന്ന് ഉദ്ഘാടന സെഷൻ ആയതുകൊണ്ട് അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആദ്യമായിട്ട് സ്വാഗത ഭാഷണത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഉണ്ണികൃഷ്ണ തുടങ്ങാം. സ്വാഗത. ഉണ്ണികൃഷ്ണൻ തുടങ്ങിക്കോളൂ. ഉണ്ണികൃഷ്ണനെ കേൾക്കുന്നില്ല, സംസാരിച്ചോളൂ. ഉണ്ണികൃഷ്ണന്റെ സംസാരിച്ച് തുടങ്ങിക്കോളൂ. എപ്പോ കേൾക്കുന്നുണ്ട്? ഹലോ, കേൾക്കാം. അഖില കേരള തന്ത്രി സമാജം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം മുതൽ നടത്തിവരുന്നു. കഴിഞ്ഞ 2020 ഓഗസ്റ്റ് മാസം മുതൽ നടത്തിവരുന്ന പൂജാപഠന പദ്ധതി, അതിൻ്റെ ഭാഗമെന്നും നമ്മൾ ഇന്ന് ഒരു പടി കൂടെ മുന്നോട്ട് പോയി ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന ഒരു വലിയ ആശയത്തിലേക്ക് തന്ത്രി സമാജം കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ തന്ത്രി സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഈ സന്ദർഭം അക്ഷീണം ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ആദ്യമായി ആശംസകൾ നേർന്നുകൊള്ളുന്നു. അഖില കേരള തന്ത്രി സമാജം പൂജാപഠന പദ്ധതി ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകുന്നു. ഇപ്പം ഒരു ഘട്ടം പരീക്ഷ കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യക്ഷമമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ ഒരു ബൃഹത്തായ പദ്ധതി ലോകത്താകമാനം പ്രചരിപ്പിക്കാൻ തന്ത്രി സമാജത്തിന് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങളുടെ തന്ത്രി സമാജത്തിൻ്റെ ഭാരവാഹികളോടും ഇതിനൊക്കെ ഞങ്ങൾക്ക് തുണയായിരുന്ന ഞങ്ങളുടെ പരദേവതമാരോടും പടപുട ഭഗവതിയോടും അഗൈതമായ പ്രാർത്ഥന നടത്തിക്കൊള്ളുന്നു. ഇന്ന് ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്ന
ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അതിന് തയ്യാറാക്കുന്നതിന്, അതിന് പ്രാപ്തരാക്കുന്നതിന് അവർക്ക് വേണ്ട ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഈ അവസരത്തിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ എന്തിനു പോകണം, അല്ലെ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരാൻ ഒരു പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ കാലം കുട്ടികൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം, അത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി വിശാലമായ അറിവ് ലഭിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം ഇതുപോലെയുള്ള പ്രഗത്ഭമതികളായിരിക്കുന്ന അധ്യാപകർ, അതിൻ്റെ പണ്ഡിതന്മാരുടെയൊക്കെ നിർദ്ദേശം കിട്ടാനുള്ള അവസരം കൂടി ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അക്കാലത്തൊക്കെ നമ്മളിനി എന്തിനു പോകണം എന്ന് അറിയാൻ വയ്യാത്ത നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പ്രചോദനമായത് ഒരുപക്ഷെ ഭഗവത്ഗീതയായിരിക്കും ആ കാലത്ത്. കാരണം മഹാഭാരത യുദ്ധത്തിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ വിഷണ്ണനായി നിൽക്കുന്ന അർജുനന് തൻ്റെ ധർമ്മം എന്താണ് എന്നുള്ള കൃത്യമായ ഉപദേശം നൽകിയ ഭഗവാൻ, ആ ഭഗവാന്റെ സ്ഥാനത്ത് ഇന്ന് നമുക്ക് വേണ്ടി ഈ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന്, നമ്മളെ പ്രാപ്തരാക്കുന്നതിന് ഭഗവാന്റെ രൂപത്തിൽ ഇക്കാലഘട്ടത്തിൽ വിനോദ് ഭട്ടതിരിപ്പാടിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ അവതരിച്ചിരിക്കുന്നു. ആദ്യമായി അദ്ദേഹത്തിന് ഈ ക്ലാസ് എടുക്കാൻ സന്ധ്യസമാജത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഈ ക്ലാസ് നയിക്കുന്നതിന് തയ്യാറായതിന് അദ്ദേഹത്തിൻ്റെ ആ വിശാല മനസ്സിന് ആദ്യമായി ഒരു നമോഭാഗം. ഈ സദസ്സിലേക്ക് ഈ ക്ലാസ് നയിക്കുന്നതിൽ അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്ത്രസമാജത്തിൻ്റെ പേരിൽ അഗൈതവമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ തരത്തിലുള്ള പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ സന്തോഷം. അഖില കേരള തന്ത്രസമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകളാണ് നമ്മളെ അഭിസംബോധന ചെയ്തത്. ഈ പൂജാപഠന പദ്ധതിക്ക് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ട് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ജോയിൻറ്റ് കോർഡിനേറ്റർമാരായിട്ടുള്ള, അതുപോലെ തന്നെ അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലയുടെ ജനറൽ സെക്രട്ടറി കൂടി ആയിട്ടുള്ള ജയനാരായണൻ നമ്പൂതിരിപ്പാടുണ്ട്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കൂടെ കടന്നു പോകുന്നൊരു സന്ദർഭത്തിലാണ് ഇനിയും നമ്മുടെ അടുത്ത ലെവൽ ഈ ഒരു ആശയക്കുഴപ്പം. സൗണ്ട് ലേശം ക്ലിയർ കുറവുണ്ട്. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ റെഡി. നമ്മുടെ ഈ ഒരു സന്ദർഭത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കോവിഡിന്റെ ഒരു 2ാം തരംഗം അതിശക്തമായിട്ട് വീണ്ടും വീശിയടിക്കുകയാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖല ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളെ കൂടെ തന്നെ നമ്മുടെ അടുത്തൊരു അക്കാദമിക് ഇയറും കൂടി പോകേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തു തന്നെ ആയാലും നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം.
ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ് വേണ്ടതെന്ന് കുഴപ്പിക്കുന്ന കുറേ സംശയങ്ങൾ, ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കും. നമ്മളൊരു വലിയൊരു റോഡിലേക്കൂടെ കുറേ കാലം ഒരു റോഡിലേക്കൂടെ പോയി നമ്മൾ അത് കഴിഞ്ഞ് ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ്. ഇനി അടുത്തൊരു ലെവൽ, ഇനി എങ്ങോട്ട് തിരിയണം എന്നൊക്കെ തോന്നുന്ന ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ യഥാർത്ഥ വഴി ഏതാണ് എന്നുള്ളത് കൃത്യമായ ഒരു യാത്രാ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡുകൾ, നമ്മൾക്ക് വഴി കാണിച്ചു കൊണ്ടൊരു സൈൻ ബോർഡുകൾ ഇല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വഴിയിലേക്ക് എത്തിച്ചേരാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളുടെ ഒരു പ്രാധാന്യം അർഹിക്കുന്നത്. പരിമിതികൾക്കുള്ളിലും നമ്മൾ ഈ കാലത്തിന്റെ ഒരു പരിമിതി പറഞ്ഞു, പക്ഷെ അതിനിടയിലും നമ്മുടെ ലോകത്തെ വിശാലമാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള എല്ലാ മേഖലകളുള്ള വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാരമല്ലാത്ത ഒരു കാര്യമാണ്. ആ സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോവിഡ് കാലത്തെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന, നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ കൈത്തുമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഇതിനെ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ ദിശാബോധം തരുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരുന്നതിനുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ടുകൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇത് ഇന്ന് നമ്മുടെ വിനോദ് ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതൊന്നുമില്ല. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കൃത്യമായി വഴികാട്ടി നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാനുണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഈ ഒരു കൂട്ടായ്മയിലേക്ക് തയ്യാറായി വന്നിട്ടുള്ള ഓരോരുത്തർക്കും എല്ലാവിധ പിന്തുണകളും ഐക്യദാർഢ്യവും അറിയിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം. പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് മധ്യമേഖല സെക്രട്ടറിയും ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഇളവള്ളി പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാടിനെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ജയന്തൻ ഇല്ലെന്ന് തോന്നുന്നു. ഈ അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഇങ്ങനെ ഒരു പദ്ധതിയിലേക്കുള്ള കാൽവെപ്പ്, ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന സംശയം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമേ പറയാനുള്ളത്, ഇന്ന് നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമയം ഓൺലൈൻ പഠനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയും ഒരു പഠനം കൂടി നടക്കുമോ എന്നൊരു സംശയമുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നിലവിൽ 75 പേരാണ് ഇത്തരത്തിലുള്ള ഒരു വാതായനം എന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 7ാം ക്ലാസ് മുതൽ ബിടെക്, എംടെക്, MSc, BSc ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തരംതിരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു ദിവസമോ 2 ദിവസമോ ഒരു 5 വർഷക്കാലം കൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരെ ഉയർത്തിക്കൊണ്ടുവരിക, മാനസികമായും വിദ്യാഭ്യാസപരമായും. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് തരത്തിലുള്ള സെഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഭാഗ്യം എന്ന് പറയാം, നമ്മുടെ ഈ വാതായനത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് മുഖ്യ ഉപദേശകൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ ഏതൊക്കെ രീതിയിൽ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് എല്ലാവിധ പിന്തുണയും വിനോദ് ഭട്ടതിരിപ്പാട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ തുടങ്ങാൻ തയ്യാറായിട്ടുള്ളത്. പിന്നെ അതുപോലെ
കഴിഞ്ഞ സെഷനിലെ അഡോളസൻസ് പാരന്റിങ് എടുത്തിട്ടുള്ള ഡോക്ടർ പ്രേമ, അങ്ങനെ കഴിഞ്ഞ പല ക്ലാസ്സുകളായിട്ട് നമുക്ക് വിവിധ സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ, അങ്ങനെ ഒരു 10-25 പേര് നമുക്ക് തുടർന്നങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് വേണ്ട സമയത്ത് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ സജ്ജരായിക്കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു വാതായനം എന്ന രീതിയിൽ ഇത് പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് ഞാൻ കഴിയുന്നുണ്ട് ഈ പൂജാ പഠന കളരിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത്, നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഉന്നത ഉദ്യോഗം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖലയാണ് സിവിൽ സർവീസ്. ആ സിവിൽ സർവീസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് സിവിൽ സർവീസ് കിട്ടണം എന്ന് ഉറപ്പില്ല. സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു ജോലിയെങ്കിലും ലഭിക്കൂ എന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, എൻ്റെ ഓഫീസിൽ തന്നെ ഇന്ന് പല ജോലി തസ്തികകളിലേക്കും കടന്നു വരുന്ന പുതിയ ആൾക്കാർ M.Tech, B.Tech അങ്ങനെ ഉന്നത ഉദ്യോഗം നേടിയിട്ടുള്ള ആൾക്കാരാണ്. ബാങ്കിലൊക്കെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, M.Tech പല മേഖലകളിലും എഞ്ചിനീയറിംഗ് നേടിയിട്ടുള്ള ആൾക്കാരാണ് ബാങ്കിൽ ജോലിക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് എന്തൊക്കെയാണ്, നമ്മുടെ കഴിവുകൾ പെരുപ്പിടിപ്പിക്കാൻ, നമ്മുടെ ദൗർബല്യങ്ങളെ മാറ്റി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് വിദഗ്ധന്മാരുടെ, പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഉപദേശങ്ങൾ സമയാസമയങ്ങളിൽ നമ്മൾക്ക് മാത്രമല്ല, അതായത് കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്കും ലഭിക്കേണ്ടതുണ്ട്. അത് വേണ്ട രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമാജത്തെ കൈപിടിച്ചുയർത്തുവാൻ സാധിക്കും എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ന് ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഇതിൻ്റെ മുഖ്യ കോർഡിനേറ്റർ, എൻ്റെ നമ്പർ ഞാൻ ആ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ വാട്സപ്പിലേക്ക് ആരാണോ ഈ പഠന പദ്ധതിയിൽ, വാതായനം എന്ന പഠന പദ്ധതിയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള പഠിതാക്കളെല്ലാം തന്നെ ആ വാട്സപ്പിലേക്ക് അവരുടെ മേൽവിലാസവും അവർ ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ്സും എഴുതി അറിയിക്കുക. നമുക്ക് അത് എങ്ങനെയൊക്കെ സാധ്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ടാസ്കുകൾ സെറ്റ് ചെയ്തുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാറ്റഗറിയിലുള്ള പഠിതാക്കളുണ്ട്, അവരെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് ടാസ്ക് നൽകി അവരെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോരുവാൻ പറ്റുമോ അത് ഈ പ്രേമേടത്തെയും വിനേതോട്ടിനെയും പോലെയുള്ള അവരുടെ ഉപദേശം അനുസരിച്ച് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പിന്തുണ നൽകുന്ന പഠിതാക്കൾക്കറിയാം, നമ്മൾ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറ്റമറ്റ രീതിയിലും വളരെ ചിട്ടയായും കർക്കശമായിട്ടുമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ ആ കാർക്കശ്യം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് ഉൾക്കൊണ്ടുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, താല്പര്യവുമുള്ള, കഴിവുള്ള, ടാലൻ്റായിട്ടുള്ള, നമുക്ക് ഈ പദ്ധതിയുമായി സഹകരിക്കാൻ താല്പര്യമുള്ള എല്ലാ പഠിതാക്കളെയും പ്രസ്തുത രീതിയിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവാൻ ആദ്യമായി അറിയിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി രജിസ്ട്രേഷൻ ശേഷം ഇനി അങ്ങോട്ട് മറ്റ് അറിയിപ്പുകളൊന്നും ഉണ്ടാവില്ല. ആ ഗ്രൂപ്പിലൂടെ പ്രസ്തുത പഠിതാക്കൾക്ക് അവരുടെ ക്ലാസ്സിൻ്റെ അനുസരിച്ച് അവർക്ക് വിവിധ രീതികളിൽ ക്ലാസ്സുകൾ കൊടുക്കുകയാണ് ഉണ്ടാവുക. അത് നിലവിലുള്ള IAS ഉദ്യോഗസ്ഥന്മാർ വരെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ, അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ
ഓൺലൈനായിട്ട് അവരുടെ അനുഭവങ്ങൾ IAS സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അതിനു വേണ്ട ചിട്ടയായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തേണ്ടി വരും. നമ്മളുടെ മറ്റു പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത് നമ്മൾ വലിയൊരു റിസ്ക് ആവുന്ന രീതിയിൽ വരില്ല. അത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ 1 വർഷമോ 5 വർഷത്തെ ഒരു പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ 8:30 ഇന്നത്തെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് വന്നവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഉദ്ഘാടന സെഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിനിടയിൽ ആരും സംസാരിക്കരുത്. ക്ലാസ് കഴിഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ആദ്യ അവസരം വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും. വിദ്യാർത്ഥികൾ ആണ് ആദ്യമായിട്ട് സംസാരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് സമയം നമ്മുടെ രക്ഷിതാക്കൾക്ക് സംസാരിക്കാനുള്ള അവസരം തരും. പിന്നെ സൗണ്ട് ഇല്ല, അങ്ങനെയുള്ള പരാതികളൊന്നും ആരും ഉന്നയിക്കരുത്, അതിനിടയിൽ സംസാരിക്കരുത്. കാരണം ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, ശബ്ദമുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ഞങ്ങൾ 3 സിസ്റ്റം ഇവിടെ വെച്ചുകൊണ്ട് അത് പരിശോധിച്ച് വേണ്ട സമയത്ത് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ഇന്നത്തെ ഈ വാതായനം എന്ന അഖില കേരള തന്ത്രി സമാജം നമ്മുടെ സമാജ അംഗങ്ങൾക്ക്, സമൂഹത്തിന് ഉന്നത ഉദ്യോഗത്തിലേക്കും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് നൽകുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള, ഇത് നമ്മുടെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതിൻ്റെ പ്ലാനും പ്രൊജക്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുവാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോം വിട്ടുകൊടുക്കുകയാണ്. അനഘ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനഘ. ഞാൻ ഈ പരിപാടിയുടെ കോർഡിനേറ്ററായ ശ്രീരാമൻ നമ്പൂതിരിയുടെ മകളാണ്. അപ്പോൾ അഖില കേരള തന്ത്രി സമാജം നടത്തുന്ന ഈ വാതായനം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ ഈ ക്ലാസിൻ്റെ മുന്നോട്ടുള്ള പഠനത്തിൻ്റെ മുഖ്യ അധ്യാപകനുമായ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുകയാണ്. അതിലൊതുങ്ങില്ല എന്ന് എനിക്കറിയാം. എന്നാലും അദ്ദേഹം സൈബർ ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സൈബർ ക്രൈം, ഫോറൻസിക് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നിരവധി റിസർച്ച് പേപ്പേഴ്സുകളും ബുക്കുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സമയം അടുത്തു കഴിഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്തിയാണ്. അദ്ദേഹത്തോട് പറയാൻ നിന്നാൽ കുറേ ഉണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അതൊന്നും ഒരു 2-3 വാക്കിൽ ചുരുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ വാതായനം എന്ന ഈ പ്രോഗ്രാമിന്റെ മുന്നോട്ടുള്ള എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിന് നല്ല രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിനോദ് പി ഭട്ടതിരിപ്പാടിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം എല്ലാവർക്കും. ക്ലിയർ ആണോ? ശബ്ദം ക്ലിയർ ആണ് അല്ലേ? യെസ്. ഞാൻ ആദ്യമേ ഒരു റിക്വസ്റ്റ് എല്ലാവരോടും, വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ നന്നായിരുന്നു. എല്ലാവരും വീഡിയോയും ഓഡിയോ മ്യൂട്ട് ആക്കുക, വീഡിയോയും ഓഫ് ചെയ്യുക. സൗണ്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ആ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം നേരെയാവും. ഇനിയുണ്ട് ആളുകൾ വീഡിയോ ഓഫ് ചെയ്യാതെ
ഉള്ള ആളുകൾ ശരി, അവർക്ക് വീഡിയോ ഓഫ് ചെയ്യാൻ പരിചയമില്ല എന്ന് തോന്നുന്നു. തന്ത്രി സമാജത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ഉദ്യമം എന്ന് പറയട്ടെ, ഒരു പ്രോഗ്രാമിലല്ല, ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആയിട്ടാണ്. അങ്ങനെ അത്തരം ഒരു ഉദ്യമം എന്തുകൊണ്ടും കൺഗ്രാജുലേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഒരു കുട്ടിക്കെങ്കിലും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായാൽ, ഒരു കുട്ടിക്ക് മാത്രമല്ല, ഒരു 50 കുട്ടികൾക്കെങ്കിലും ഗുണം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്കാണ് ശ്രീരാമൻ ഇത് ഇതുമായിട്ട് മുമ്പോട്ട് പോണത്. ഒരു കുട്ടിക്കെങ്കിലും ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു പുണ്യം തന്നെയാണ്. അപ്പൊ അത്തരം ഒരു പുണ്യം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമുക്ക് ഒരു ബ്രീഫ് പ്രോഗ്രാം, ബ്രീഫ് ഡിസ്കഷൻ നടത്തി അതിൻ്റെ ആദ്യത്തെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ ഇന്നത്തെ മെയിൻ ഫോക്കസ് ഏരിയ, മെയിൻ ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എങ്ങനെ അവരുടെ ഭാവി തിരഞ്ഞെടുക്കാം, അതായത് എന്ത് പഠിക്കണം, എന്ത് തൊഴിൽ നേടണം, ഏത് വഴിക്ക് പോയാൽ ഉയർന്നു പോവാം. ഉയർച്ച താഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷികമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തില് എങ്ങനെ കുട്ടികൾക്ക് ഉയർന്നു പോവാം, എന്തൊക്കെയാണ് വഴികൾ, ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ് ഇന്നത്തെ. ഓരോ ഫീൽഡിലും, നേരത്തെ ശ്രീരാമൻ പറഞ്ഞ പോലെ, ഓരോ ഫീൽഡിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ IAS-ലും IPS-ലും സിവിൽ സർവീസ്, അതുപോലെയുള്ള മറ്റുള്ള ഏരിയയിൽ, ബാങ്കിങ് ഏരിയയിൽ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ, ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ശ്രീരാമന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. നല്ല കാര്യം. അതിൻ്റെ ഒരു തുടക്കം ആണ് ഈ പ്രോഗ്രാം എന്നും ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കുട്ടികളെന്ന് ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്പൂതിരി കുട്ടികൾ, പൊതുവെ നമ്മുടെ കുട്ടികളെന്നും മലയാളികളെന്ന് പറയാം, പ്രത്യേകിച്ച് നമ്പൂതിരി ഉണ്ണികളും കുട്ടികളും, അവരോട് നേരാവണ്ണം ജീവിക്കണം, അല്ലെങ്കിൽ നേരാവണ്ണം മാന്യമായിട്ട് ജീവിക്കണം, മാന്യമായിട്ട് തൊഴിലെടുക്കണം, മാന്യമായിട്ട് അങ്ങനെയൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. ഒരു 99% ആളുകളും സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന, ഏതാണ്ട് 100-നോട് അടുത്ത ശതമാനം നമ്പൂതിരിമാരും സമൂഹത്തിൽ മാന്യമായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. അവര് കേരളത്തിൽ ജീവിക്കുന്നു, അവർ ജനിച്ചെടുത്ത് ജീവിക്കണോ, അതോ കേരളത്തിലെ വേറെ വല്ലയിടത്തും ജീവിക്കണോ, അല്ലെങ്കിൽ ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും ജീവിക്കുന്നോ എന്നുള്ളത് വേറെ. പക്ഷെ പൊതുവെ അവർ മാന്യമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പില് ആരെ കണ്ട് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഒരുപാട് നമ്പൂതിരിമാര് നമ്മുടെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്, എക്സാമ്പിൾസ് ആയിട്ട്. 1. 2, ഏത് സബ്ജക്റ്റ് പഠിക്കണം
എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻ തലമുറയിലോ അല്ലെങ്കിൽ അതിൻ്റെ തലമുറയിലോ പെട്ട ആളാണ്. എനിക്ക് 56 കഴിഞ്ഞു. ആ 56 വയസ്സുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് ഇന്നത്തെ 14 വയസ്സോ 15 വയസ്സോ ഉള്ള ആൾ തിരഞ്ഞെടുക്കണതിൽ യാതൊരു അർത്ഥമില്ല. എങ്കിലും രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം എക്സാമ്പിൾസും ഞാൻ ചുറ്റും കണ്ട കുറച്ച് പേരുടെ എക്സാമ്പിൾസും ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് വരുന്നു മാത്രം. ഈ 56-ാം വയസ്സിലും എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ 56-ാം വയസ്സിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ശാസ്ത്ര ശാഖ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല. കാരണം ഇത് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഫീൽഡില് ലോകത്തില് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ ഫീൽഡിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ ഇടയിൽ ഈ 56 വയസ്സുള്ള ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പൊ ചെറുപ്പക്കാരുടെ ഒരു മേഖല എന്ന് പറയാവുന്ന സൈബർ ഫോറൻസിക്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ഏരിയയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ശ്രീരാമൻ എന്നെ ഇതിന് വിളിക്കാൻ കാരണം. ഇത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു വഴിയല്ല. ഒരു പർട്ടിക്കുലർ ഫീൽഡില്, അപ്പൊ ഈ സൈബർ ഫോറൻസിക്സ് നോക്കണ്ട, ഏത് ഫീൽഡിലായാലും ഉന്നതിയിലെത്തുക, ആ ഫീൽഡിലെ ഏറ്റവും ഉയരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ, അതായത് ആ പർട്ടിക്കുലർ ഫീൽഡില് ലോകത്തിലെ ഏറ്റവും നല്ല ഗവേഷകരുടെ 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ ഒരാളാവുക, അല്ലെങ്കിൽ ഒരു 50 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരാളാവുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ ഫീൽഡിലെ ഒരു 4, 5, 6 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരാളാവുക, അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുക. അത് ഏത് വഴിക്കായാലും ഒരു ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഉന്നതമായിട്ടുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരാളാവുക, അല്ലെങ്കിൽ ഒരു നല്ല ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോയി അവിടുത്തെ സ്റ്റാഫിനെയും അവരുടെ ഫാമിലീസിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നല്ല ബിസിനസ്സുകാരനാവുക. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ വലുതാവുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യം, ഭാഗ്യം കൊണ്ട് എത്തി എന്നുള്ളത് ഒരു പക്ഷേ പറയുമായിരിക്കും. ഭാഗ്യം കൊണ്ട് എത്തി എന്നുള്ളത് ഒരു ഇതായിട്ട് പറയുമായിരിക്കും. പക്ഷെ അതിൻ്റെ ഒപ്പം അവരുടെ കാര്യം ശ്രദ്ധിച്ചാൽ അവര് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സ്വഭാവക്കാരായിരിക്കും കുട്ടിക്കാലം മുതലേ. അതിപ്പോ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിരിക്കാം ശ്രദ്ധിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരൊക്കെ ഏത് ഫീൽഡിലാണ്, ഏത് കാര്യത്തിലാണ് ഇവരൊക്കെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കുന്നതെന്ന് നമ്മളൊന്ന് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണത്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ അവര് മനസ്സിലാക്കിയിരിക്കുന്നു, ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു, ആ വഴിക്ക് അവർ മുമ്പോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉദാഹരണം പറയാം. ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് കെമിസ്ട്രിയാണ് ഏറ്റവും ഇഷ്ടം എന്ന് വിചാരിക്കാം.
കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില ഫിസിക്സിലെ ഭാഗങ്ങളും ഇഷ്ടമാണ്. അതുമാതിരി കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ചില ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടം എന്നുള്ളേക്കാൾ ഞാൻ പറയുന്നത് ഇഷ്ടമാണ് എന്നുള്ളത് പോട്ടെ, അതിലധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഇഷ്ടമാണ്, എനിക്ക് ഈ സബ്ജക്റ്റ് ആണ് ഏറ്റവും ഇഷ്ടം, ഇതൊക്കെയാണ് ഇഷ്ടം, ഞാൻ ഇതേ പഠിക്കുള്ളൂ, എനിക്കിത് പഠിക്കാനാണ് ഇഷ്ടം എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് നോട്ടം. അതായത് ഒരു ചില കുട്ടികൾക്ക് കെമിസ്ട്രി +1 പഠിക്കുന്ന ചില കുട്ടികൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് കെമിസ്ട്രി പഠിച്ചിട്ട് 100ൽ 100 കിട്ടാൻ ഒരു 3-4 ദിവസം പഠിച്ചാൽ മതി. ഒരു 3-4 ദിവസം പഠിക്കുമ്പോഴേക്കും അവർക്ക് 100ൽ 100 വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് കെമിസ്ട്രിയിൽ. ആ സ്ഥാനത്ത് ഫിസിക്സ് ആണെങ്കിൽ 100ൽ 100 വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു 90 വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു 80 വാങ്ങാൻ അവർക്ക് ഒരു 10 ദിവസം പഠിക്കണം. മാത്തമെറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 10 ദിവസമെങ്കിലും പഠിച്ചാലേ 100ൽ 100 വാങ്ങാൻ പറ്റുള്ളൂ. എന്താണ് കാര്യം അത്? അതുപോലെ ഇംഗ്ലീഷ് ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 7 ദിവസം 8 ദിവസമെങ്കിലും ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും പരീക്ഷയ്ക്ക് മുമ്പ്. എന്താണ് ഇത് കാര്യം? എന്താണ് ഇതെല്ലാം? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ്. എന്നിട്ടും ഓരോ സബ്ജക്ട്സിനും ഓരോ പോലെയാണ്. ചില കുട്ടികൾക്ക് 3 ദിവസം കെമിസ്ട്രി പഠിക്കുമ്പോഴേക്കും കെമിസ്ട്രിക്ക് 100ൽ 100 മാർക്ക് കിട്ടും. ആ സ്ഥാനത്ത് വേറെ ചില കുട്ടികൾക്ക് 30 ദിവസം കെമിസ്ട്രി പഠിച്ചാലും ഒരു 50% 60% മാർക്ക് കിട്ടുള്ളൂ. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ, അതും SSLCക്ക് ഏകദേശം 10th ഏകദേശം ഒരേപോലെ മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾ. എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് ഇൻബോൺ ആയിട്ട് കെമിസ്ട്രി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, എന്നാൽ മാത്സ് അത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലവർക്ക് ഫിസിക്സ് പെട്ടെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേ അത്രയും ഈസിനെസ്സിൽ ഒരു ഈസി ആയിരിക്കില്ല ഇംഗ്ലീഷ് പഠിച്ചെടുത്ത് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളത് അവർക്ക്. ഇത് മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് 2 നിലയ്ക്ക് മനസ്സിലാക്കാം, 2 അല്ല പല നിലയ്ക്ക് മനസ്സിലാക്കാം. ഒന്ന്, അവനവൻ തന്നെ മനസ്സിലാക്കാം, കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കാം. പലപ്പോഴും കുട്ടികൾക്ക് തന്നെ ഇതില് ഏതാണ് തനിക്ക് ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, അത് വേറെ ഉണ്ടാവും. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മോഹങ്ങൾ വേറെ ഉണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്, എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ്. അത്തരം സബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ പഠനം എളുപ്പമായി മാറും, പെട്ടെന്ന് മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. പഠനം എളുപ്പമായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ പഠനത്തിന്റെ കൂടെ മറ്റു പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും പറ്റും. ഇപ്പൊ പഠനത്തിന്റെ കൂടെ ഡാൻസോ അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാരലലി ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം കിട്ടും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് അവനവൻ തന്നെ മനസ്സിലാക്കുക, എനിക്ക് ഇതൊക്കെയാണ് എളുപ്പം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കെമിസ്ട്രി വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മാത്സ് വലിയ കുഴപ്പമില്ല, കുറച്ചധികം പഠിക്കണം, എന്നാലും മാത്സും വലിയ കുഴപ്പമില്ല. ഫിസിക്സ് കുറച്ചധികം പഠിക്കണം എന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അങ്ങനത്തെ ആളുകൾ ഏത് ഗ്രൂപ്പ് എടുക്കും? നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം ഏത് ഗ്രൂപ്പായിരിക്കും എടുക്കുക എന്നുള്ളത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതേപോലെ തന്നെ ചിലവർക്ക് ഹിസ്റ്ററി പെട്ടെന്ന് പഠിച്ച് മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും ഹിസ്റ്ററി. അത്തരം ആളുകൾ അത്തരം വഴിയിലേക്ക് പോവാം. പിന്നെ ഒരു കാരണവശാലും ഒരു സബ്ജക്റ്റ് കേമവും ഒരു സബ്ജക്റ്റ് മോശവും എന്ന് വിചാരിക്കാനേ പറ്റില്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് മലയാളം BA എടുക്കുന്ന ആളുകൾ, ഇന്നെന്നല്ല എല്ലാ കാലത്തും മലയാളം BAക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു നല്ല ഓപ്ഷൻ അല്ല, എന്താ ജോലി കിട്ടുക, നല്ല ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ മലയാളം BA MA PhD ഒക്കെ എടുത്തിട്ട് നല്ല ഉദ്യോഗത്തിൽ ഒരുപാട് പേരെ എനിക്കറിയാം. എന്ന് മാത്രമല്ല, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, മലയാളം BA MA PhD കഴിഞ്ഞ് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ, ചെറുതൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു പ്രായമായ ആളല്ല, ഒരു 38-39 വയസ്സുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി മെമ്പറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അവര് പോലും, ഒരു ലേഡിയാണ്, ആ ലേഡി പോലും നനച്ചിരിക്കാതെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ഓഫർ. അവര് ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലൊന്ന് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എത്തിച്ചേരുകയാണ്, മലയാളം BA MA ഒക്കെ കഴിഞ്ഞിട്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലരും. അതുകൊണ്ട് ഇന്ന സബ്ജക്റ്റ് മോശം, ഇന്ന സബ്ജക്റ്റ് നല്ലത് എന്ന് വിചാരിക്കാനേ പാടില്ല. നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് മോഹം, അച്ഛന്റെ മോഹം നോക്കണ്ട, അമ്മയുടെ മോഹം നോക്കണ്ട, അവനവന്റെ മോഹവും ഒരു പരിധി വരെ നോക്കണ്ട. മോഹമൊക്കെ പലതും ഉണ്ടാവും, പക്ഷെ മോഹം എങ്ങനെയാ നമ്മൾ ഫിക്സ് ചെയ്യുക? നമ്മുടെ മോഹങ്ങൾ എങ്ങനെയാണ്? പല പല മോഹങ്ങളും ഉണ്ടാവും. ആ മോഹം എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക? ഇതാണ് ഏറ്റവും എളുപ്പ വഴി. മോഹം ഉള്ള, എനിക്ക് ഇന്ന സബ്ജക്റ്റ് പഠിക്കാനാണ് മോഹം, പക്ഷെ ആ സബ്ജക്റ്റ് പഠിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് നോക്കലാണ്. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ പല കുട്ടികളിലും, ഇപ്പൊ എൻ്റെ മകളുടെ കേസിൽ തന്നെ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയതാണ്. മകളുടെ മാത്രമല്ല, മകളുടെ ചില സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളുടെയും ഒക്കെ കേസിൽ അത് അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയതാണ്. ഈ എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, 12th പഠിക്കുന്ന, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള് ഇനി ഭാവിയിൽ എന്ത് എടുക്കണം, ഇപ്പൊ ഇംഗ്ലീഷ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇത് എടുത്തിട്ടുള്ള ഒരാള് ഭാവിയിൽ എന്ത് പഠിക്കണം? മെഡിസിൻ ആയിട്ട്, ബയോളജി ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോകണോ, ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോകണോ, മാത്സ് ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോകണോ, അതോ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഉള്ള എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോകണോ, അതോ ഈവൻ ബയോളജിയും കൂടിയുള്ള എഞ്ചിനീയറിംഗ് ഏരിയ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും മാത്സും എല്ലാം ഉള്ള എഞ്ചിനീയറിംഗ് ഏരിയ, ബയോടെക്നോളജി പോലെയുള്ള ഏരിയയിലേക്ക് പോകണോ? എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? വളരെ എളുപ്പ വഴി, നിങ്ങളുടെ +1 ഫിസിക്സ് ബുക്ക് എടുക്കുക. അതിലെ എല്ലാ ചാപ്റ്റേഴ്സും 1 by 1, 1, 2, 3, 4 അങ്ങോട്ട് എഴുതുക. ചാപ്റ്ററിന്റെ പേര് മാത്രം എഴുതുക. അത് കഴിഞ്ഞ് +2 ഫിസിക്സ് പുസ്തകം എടുക്കുക. അതിന്റെ ചാപ്റ്ററിന്റെ പേരുകൾ മാത്രം എഴുതുക, താഴോട്ട്. അത് കഴിഞ്ഞ് മാത്സിന്റെ ഫസ്റ്റ് ഇയറിന്റെ പുസ്തകം എടുക്കുക, അതായത് +1 പുസ്തകം എടുക്കുക. മാത്സിന്റെ +2 പുസ്തകം എടുക്കുക. എന്നിട്ട് താഴോട്ട് ചാപ്റ്റേഴ്സ് മാത്രം, ചാപ്റ്ററിന്റെ പേരുകൾ മാത്രം അങ്ങോട്ട് എഴുതുക, താഴോട്ടായിട്ട് വൃത്തിയായിട്ട് എഴുതുക, താഴോട്ട്. ഇങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താൻ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സിലും, ഇംഗ്ലീഷ് അടക്കം, ഇംഗ്ലീഷും മലയാളമാണ് അല്ലെങ്കിൽ ഹിന്ദിയോ ഫ്രഞ്ചോ എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ അത് ഫുൾ ലിസ്റ്റ്, അതൊരു വലിയ ലിസ്റ്റ് ആവും. പക്ഷെ അത് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പണിയുള്ളൂ. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ലിസ്റ്റില് ആദ്യത്തെ എടുക്കുക, ഫിസിക്സിലെ +1 ഫിസിക്സ്, അത് അവിടുന്നാണല്ലോ തുടക്കം. എടുത്തിട്ട് ആദ്യത്തെ ചാപ്റ്ററിന്റെ നേരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ D എഴുതുക, ആവറേജ് ആണെങ്കിൽ A എന്ന് എഴുതുക, ഈസി ആണെങ്കിൽ E എന്ന് എഴുതുക. ഡിഫിക്കൽട്ട് ആണെങ്കിൽ D എന്ന് എഴുതുക, ആവറേജ് ആണെങ്കിൽ A എന്ന് എഴുതുക, ഈസി ആണെങ്കിൽ E എന്ന് എഴുതുക. അപ്പൊ എന്താണ് ഈ ഈസി അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ആവറേജ്? എന്തിന്റെയാണ്? പെട്ടെന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുമോ ഇല്ലേ, ആ ഭാഗം, ആ ചാപ്റ്റർ ഒരു 1, 2, 3
ദിവസം കൊണ്ട് എന്താ 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ ഇരുന്നാൽ ആ ചാപ്റ്റർ മുഴുവൻ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടൂല്ലേ? പെട്ടെന്ന് പഠിച്ച് മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണോ അത്? തനിക്ക് ഏറ്റവും വഴങ്ങുന്ന ചാപ്റ്റർ ആണോ അത്? അതോ ആവറേജ് ആണോ? അതോ വളരെ ഡിഫിക്കൽട്ട് ആണോ? ഇങ്ങനെ നിങ്ങൾ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ഈസി എന്ന് ഓരോ ചാപ്റ്ററിന്റെ നേരെയും അവനവൻ തന്നെ എഴുതണം. അത് അച്ഛൻ എഴുതിയിട്ട് കാര്യമില്ല, അമ്മ എഴുതിയിട്ട് കാര്യമില്ല, അവനവൻ തന്നെ എഴുതണം. അതും വേറെ യാതൊന്നും അതിൽ കൺസിഡറേഷൻ പാടില്ല, യാതൊരു കൺസിഡറേഷനും പാടില്ല. അവനവൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. ഇത് ഫുൾ എല്ലാം ആ ലിസ്റ്റിലെ എല്ലാ ടോപ്പിക്കിന്റെ നേരെയും എല്ലാ ചാപ്റ്റേഴ്സിന്റെ നേരെയും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഈസി ആയിട്ടുള്ള എഴുതിയിട്ടുള്ള, അതായത് ഈസി എഴുതിയിട്ടുള്ള ഹെഡിങ്സ് മാത്രം എടുത്ത് വേറെ എഴുതുക. വേറെ ഒരു പേപ്പറിൽ ഈസി ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് എഴുതുക. അതായത് ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ ഹീറ്റ് എനർജിയും ആ ഭാഗങ്ങൾ വളരെ ഈസി ആയിരിക്കും. അതുപോലെ ഫിസിക്സിൽ ഏതെങ്കിലും തെർമോഡൈനാമിക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും പോർഷൻസ് അതൊക്കെ ഈസി ആയിട്ടുണ്ടാവും. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഈസി ആയിരിക്കും. മാത്സ് ആണെന്നുണ്ടെങ്കിൽ മാത്സിലെ ഇന്ന ഭാഗങ്ങൾ ഒക്കെ ഈസി ആയിരിക്കും. ഡിഫിക്കൽട്ടും ആവറേജും ഒക്കെ വിട്ടോളൂ. ആദ്യം ഈസി ആയിട്ടുള്ളത് മാത്രം ലിസ്റ്റ് എടുത്ത് എഴുതുക. അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഫിസിക്സിലെ പോർഷൻ ഏതൊക്കെയാണ്, മാത്സിലെ പോർഷൻ ഏതൊക്കെയാണ്, കെമിസ്ട്രിയിലെ പോർഷൻ ഏതൊക്കെയാണ്, ബയോളജിയിലെ പോർഷൻ ഏതൊക്കെയാണ് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ പെട്ട സബ്ജക്ട്സ് വരുന്ന കോഴ്സുകൾ ഏതാണെന്ന് നമ്മൾ ഇന്ത്യയിലോ ഫോറിനിലോ എവിടേക്കാണ് ആ കോഴ്സ് വരുന്നത് കണ്ടുപിടിച്ച് ആ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന കോഴ്സിലെ പരീക്ഷകളൊക്കെ തന്നെ വളരെ ചെറിയ സമയം ചെലവാക്കിയിട്ട് പാസ്സാവാൻ പറ്റും എന്ന് മാത്രമല്ല, അത് നമ്മൾ വളരെ എൻജോയ് ചെയ്ത് പഠിക്കും എന്നും മാത്രമല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം, ഫ്രീ ടൈം കിട്ടും. ആ സമയത്ത് നമുക്ക് വേറെ പല പ്രിപ്പറേഷൻസും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് വഴങ്ങും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടും. നമ്മൾക്ക് പെട്ടെന്ന് വഴങ്ങുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ ആവേശത്തോടു കൂടി പഠിക്കും. അങ്ങനെ ആവേശത്തോടു കൂടി പഠിക്കാൻ തുടങ്ങിയാൽ ആ ഫീൽഡിൽ നമ്മൾ പെട്ടെന്ന് ഉയർന്നു പോകും, വളരെ പെട്ടെന്ന് ഉയർന്നു പോകും. ഇനി ഈ ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ആവറേജിന്റെ ലിസ്റ്റ് ഗുണം ചെയ്യാം. ആവറേജ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള, ആവറേജ് എന്ന് എഴുതി മാർക്ക് ചെയ്തിട്ടുള്ള ടോപ്പിക്സിന്റെ വേറൊരു ലിസ്റ്റ് എടുക്കാം. അതും വഴങ്ങാത്ത പ്രശ്നമൊന്നുമില്ല, കുറച്ചധികം പണിയെടുക്കണമെന്നേ ഉള്ളൂ. ആ സബ്ജക്ട്സ് നിങ്ങൾക്ക് വഴങ്ങും, ഒരു വിധം ഇഷ്ടമായാലും അല്ലെങ്കിലും ഒരു വിധം വഴങ്ങും ആ സബ്ജക്ട്സ്. അങ്ങനെയുള്ള സബ്ജക്ട്സിനെ കൂടി അതിലത്തെ ചില സബ്ജക്ട്സും കൂടി കൂട്ടിയാൽ അങ്ങനത്തെ ചില കോഴ്സുകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതും തിരഞ്ഞെടുക്കാം. അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് കടന്നുകൂടില്ലെങ്കിലും ഒരു വിധം ബുദ്ധിമുട്ടില്ലാതെ, ചെറിയ ബുദ്ധിമുട്ടോടു കൂടി, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആ കോഴ്സ് നമുക്ക് പോകാനും പറ്റും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് തുടക്കം മുതൽ, അതായത് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിന്റെ ഒരു പകുതി ആവുമ്പോൾ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ +1 ഏത് കോമ്പിനേഷൻ എടുക്കുകയാണ് തനിക്ക് ഏറ്റവും നല്ലത്, തനിക്ക് ഏറ്റവും വഴങ്ങുക ഏതാണ് എന്നൊക്കെ തീരുമാനിക്കാൻ. അതുപോലെ തന്നെ +2ന്റെ ഒരു പകുതി ആവുമ്പോൾ തന്നെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, പകുതിയല്ല തുടക്കത്തിലേ ചെയ്യണതാണ് പൊതുവേ നല്ലത്. പകുതി ആവുമ്പോൾ വീണ്ടും ചെയ്യാം, അവസാനമാകുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഇതേ എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസ് ഒറ്റ തവണ ചെയ്ത് നിർത്തരുത്. +2ന്റെ ബിഗിനിങ്ങിലും ചെയ്യുക, പകുതി ആവുമ്പോഴും ചെയ്യുക, അവസാനമാകുമ്പോഴും ഈ എക്സസൈസ് വീണ്ടും ചെയ്തിട്ട്
പലപ്പോഴും അവസാനം വരുമ്പോൾ ആൻസറൊക്കെ സെയിം ആയിരിക്കും. ഈ 3 തവണ എക്സസൈസ് 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ ജനറലി സെയിം ആയിരിക്കും. എന്നാലും ചിലപ്പോൾ ചെറിയ വ്യത്യാസം കണ്ടു എന്ന് വരും. ഏതായാലും അവസാനത്തെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഏതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ ലിസ്റ്റ് എന്ന് നോക്കിയിട്ട് അതിന് പാകത്തിനുള്ള ഒരു കോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഉന്നത നിലയിൽ എത്താൻ പറ്റും. ഇതേപോലെ തന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് സബ്ജക്റ്റ് പഠിച്ചാലും, ഏത് സബ്ജക്റ്റ് പഠിച്ചാലും, എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓരോ സെന്റൻസ് കഴിഞ്ഞാലും അടുത്ത സെന്റൻസ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ആണ് നമ്മൾ വരേണ്ടത്, നമ്മൾ സംസാരിക്കേണ്ടത്. ഓരോ സബ്ജക്റ്റും ഓരോ സെന്റൻസ് കഴിഞ്ഞാലും അടുത്ത സെന്റൻസ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പോകേണ്ടത്. ഈ തുടർച്ചയായിട്ട് അങ്ങനെ പോവാൻ നമ്മൾ സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടികിട്ടും. നിർത്തി പറഞ്ഞാൽ മതി എല്ലാം. ഏതോ ഒരു സിനിമയിൽ നെടുമുടി വേണു പറഞ്ഞ പോലെ നിർത്തി തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നിർത്തി പറഞ്ഞാൽ മാത്രം പോരാ, കണ്ടിന്യൂറ്റി വേണം. അതിന് ഇംഗ്ലീഷിൽ കൊഹെസീവ്നെസ് എന്ന് പറയും, ഡിഗ്രി ഓഫ് കൊഹെസീവ്നെസ്. അല്ലെങ്കിൽ കൊഹെസീവ് എന്നുള്ള വാക്ക് COHESIVE, കൊഹെസീവ് എന്നുള്ള വാക്ക് നോക്കിയാൽ മതി. ജീവിതത്തിൽ ഏറ്റവും അധികം പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കൊഹെസീവ്നെസ്. കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതി കൊടുക്കുമ്പോഴോ കൊഹെസീവ്നെസ് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമുക്ക് കൊഹെസീവ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റുക? അത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും, ഏത് ലെവല് പഠിക്കുകയാണെങ്കിലും, +1 ആയാലും 9th ആയാലും +1 ആയാലും BTech ആയാലും MTech ആയാലും ഏത് ഫീൽഡിൽ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഏതൊരു മനുഷ്യനും മറ്റൊരാളോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതുകയോ ചെയ്യുമ്പോൾ കൊഹെസീവ്നെസ് ഫോളോ ചെയ്യാന്നൊരു ഇത് എന്താണ്, ഒരു സെന്റൻസ് കഴിഞ്ഞാൽ ആ സെന്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം അടുത്ത സെന്റൻസ്, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം അടുത്ത സെന്റൻസ്, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത സെന്റൻസ്, ഇങ്ങനെ പറഞ്ഞു പോവുക അല്ലെങ്കിൽ എഴുതി പോവുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് മറ്റുള്ളവർക്ക് കൃത്യം മനസ്സിലാവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ, ബയോളജിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരോടോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരോടോ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, ഈ ബ്രെയിനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതും അതിനെ പ്രോസസ് ചെയ്യണതും. അതായത് ഇപ്പൊ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാള്, ഇപ്പൊ ആ ആളെ ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പൊ എനിക്ക് കണ്ടാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ എന്നെ കണ്ടാൽ മനസ്സിലായി എന്ന് വരും. അപ്പൊ അവിടെ ആ കാണുന്ന സമയത്ത് എങ്ങനെയാണ് അവര് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക? എന്തെങ്കിലും ആ 2 or 3 വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് 2 or 3 വാക്കുകൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കണക്ട് ചെയ്ത് പറയണം. ഈ തന്ത്രി സമാജത്തിന്റെ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് നടന്നുല്ലോ, ഓർമ്മയുണ്ടോ? ആ ക്ലാസ് എടുത്തത് ഓർമ്മയുണ്ടോ? ആ ക്ലാസ്സിൽ ഞാൻ ഒരു ഇതായിരുന്നു എന്ന് പറഞ്ഞ് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. ഇതേപോലെ തന്നെ ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു കാര്യം എന്നോട് പറയണം എന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ച് തുടങ്ങണം എന്നുള്ളത് തീരുമാനിക്കാം. ഇത് ഒരു നല്ലൊരു പോയിന്റ് തീരുമാനിച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്താൽ 2 or 3 സെന്റൻസിൽ കാര്യം പറയാം.
ഇതിന്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. നമ്മളുടെയൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ എന്തോ ആയിക്കോട്ടെ, ഒക്കെ മാറ്റിവെക്കുക, രാഷ്ട്രീയ നിലപാടുകളെല്ലാം മാറ്റിവെക്കുക. ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. കേരളത്തിലെ DGPയുടെ കേരള പോലീസിന്റെ DGPയുടെ ചീഫ് സൈബർ അഡ്വൈസർ എന്നുള്ള പദവി എനിക്കുള്ളത് എന്നുള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് കേരള DGPയും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കേരള മുഖ്യമന്ത്രിയും ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ തീർക്കുക, അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് സംശയങ്ങൾ തീർക്കലാണ് എൻ്റെ ജോലി. സൈബറായിട്ട് ബന്ധപ്പെട്ട സൈബർ ക്രൈമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ സ്ഥിരമായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പുറമെ അവരുടെ പ്രസംഗങ്ങളും കേൾക്കാറുണ്ട്. പ്രധാനമന്ത്രിയായിട്ട് അത് വേണ്ട, പക്ഷെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കൊഹസീവ്നെസ്, അവര് കൊഹസീവ്നെസ് ഒന്നും പഠിച്ചിട്ടുണ്ടോ എന്താണെന്നറിയില്ല, പക്ഷെ അവരുടെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ് ഈ കൊഹസീവ്നെസ്. നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആദർശങ്ങളായിട്ട് നിങ്ങൾ ഒത്തുപോകണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കണ്ട. പക്ഷെ അദ്ദേഹം പറയുന്ന ആ സ്റ്റൈല്, കൃത്യവാക്കുകൾ ഉപയോഗിച്ച്, അതും ഒരു സെന്റൻസും അതിന്റെ അടുത്ത സെന്റൻസും തമ്മിൽ നല്ല ബന്ധം, ആ കൃത്യമായിട്ട് വാക്കുകളെ കണക്ട് ചെയ്ത് സെന്റൻസ് പറഞ്ഞു പോകുമ്പോൾ ഒരേ കാര്യം അദ്ദേഹം പറയുമ്പോൾ ഒരു 3 സെന്റൻസിലോ 4 സെന്റൻസിലോ അത് പറഞ്ഞു കഴിയും, അല്ലെങ്കിൽ 2 സെന്റൻസിൽ അത് പറഞ്ഞു കഴിയും. മുമ്പിലിരിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും. അതേ കാര്യം തന്നെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ 10 സെന്റൻസോ 15 സെന്റൻസോ 20 സെന്റൻസോ 30 സെന്റൻസോ കഴിഞ്ഞാലും ആ പറയേണ്ട കാര്യം കൃത്യമായിട്ട് വന്നിട്ടും ഉണ്ടാവില്ല. മനസ്സിലാക്കേണ്ട ആൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടും ഉണ്ടാവില്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണത്. വളരെ 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 കുറച്ച് വാക്കുകൾ വെച്ച് വളരെ കണക്ട് ചെയ്ത് സെന്റൻസ് പറയാൻ ഉള്ള വലിയ കഴിവ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടാവുന്ന എക്സ്പ്രഷൻസോ മറ്റുള്ളതെല്ലാം മാറ്റിവെക്കാം, പക്ഷെ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവും, മുമ്പിലിരിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകതയും. പ്രധാനമന്ത്രിക്ക് മറ്റൊരു പ്രത്യേകത, ഈ അഡീഷണൽ ആയിട്ട് ശ്രീ പിണറായി വിജയൻ ഇല്ലാത്ത അഡീഷണൽ ആയിട്ടൊരു വ്യത്യാസം, ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സാധാരണക്കാരുടെ ലാംഗ്വേജിൽ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഫിനാൻഷ്യൽ ജാർഗൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേൾഡ് ബാങ്കിന്റെ കാര്യങ്ങളോ റിസർവ് ബാങ്കിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ ഇതിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളോ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാരണവശാലും വലിയ വലിയ വാക്കുകൾ യൂസ് ചെയ്യില്ല, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ യൂസ് ചെയ്യില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യും. അതിൻ്റെ സാങ്കേതിക വശം പ്രസന്റ് ചെയ്യാൻ അതിന്റെ മന്ത്രിമാരുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇൻഫർമേഷൻ ടെക്നോളജിയെ പറ്റിയിട്ട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരുടെ സെന്റൻസിൽ സാധാരണക്കാരുടെ ആംഗ്യ ഭാഷയോട് കൂടി സംസാരിക്കും. അതോടുകൂടി ഹിന്ദി അറിയാവുന്ന സാധാരണക്കാർക്കൊക്കെ അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ IT മിനിസ്റ്റർ സംസാരിക്കും. അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ ടെക്നിക്കൽ ജാർഗൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അദ്ദേഹം സംസാരിച്ചോളും, അത് വേറെ കാര്യം. പക്ഷേ പ്രധാനമന്ത്രി സംസാരിക്കില്ല. ഇതേപോലെ തന്നെയാണ് സാമ്പത്തിക കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ വലിയ വലിയ സാമ്പത്തിക കാര്യങ്ങളും ഇക്കണോമിക്സിലെ വലിയ കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊന്നും അദ്ദേഹം യൂസ് ചെയ്യില്ല. സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തില് ഒരു 4, 5, 6, 7 സെന്റൻസിൽ കണക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ട് സാധാരണക്കാരുടെ മനസ്സിൽ അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കും. അതിന്റെ അതേ ഫിനാൻഷ്യൽ കാര്യത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ എന്താ പറയണ്ടേ
പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താ ഫിനാൻസ് മിനിസ്റ്റർ സംസാരിക്കും. ഫിനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അവർ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക? വളരെ ജാർഗൻസ് ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്ത്, നല്ല ഇംഗ്ലീഷിലെ ജാർഗൻസ് ഒക്കെ യൂസ് ചെയ്ത് അതിന്റെ ശരിയായ വാക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള അറിയാവുന്നവർക്ക് മാത്രമേ അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ ജാർഗൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് അവർ വേറെ സംസാരിക്കും, അതിന്റെ എക്സ്പേർട്സിന് മനസ്സിലായാൽ മതി. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കി കൊടുക്കുക, എങ്ങനെയാണ് അത് പറയേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കൊഹേസീവായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പരിശീലിക്കുക എന്നുള്ളത് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വളരെ ചെറുപ്പത്തിൽ 7 or 8 വയസ്സാവുമ്പോൾ തന്നെ സ്വയം ഈ പരിശീലനം തുടങ്ങാം. ഒരു 10 or 12 വയസ്സിൽ ആ പരിശീലനം തുടങ്ങിയാലും മതി. അങ്ങനെ പരിശീലിച്ചാൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് അറിയാവുന്ന കാര്യം, ആ സബ്ജക്റ്റ് എത്രയോ ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, നമ്മൾക്ക് അറിയാവുന്ന കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അത് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ. ഇപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ പിന്നെ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ച പലരും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, പോട്ടെ, വിട്ടോളൂ. പക്ഷെ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാവുന്നവർ, എന്താണ് പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആദ്യമായിട്ട് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എന്താണ് പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അത് പാരലൽ എന്ന് പറഞ്ഞാൽ 2 എണ്ണം മാത്രമാണോ? സാധാരണ പാരലൽ എന്ന് പറഞ്ഞാൽ ഒന്ന്, അതിന്റെ പാരലലായിട്ട് വേറൊന്ന്. 2 ഇക്വേഷൻസ് മാത്രമാണോ? 3 എണ്ണാണോ? 3 എണ്ണം പാരലാണോ? 4 എണ്ണം പാരലാണോ? എന്താണ് ഈ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകത? അതിൽ തന്നെ എന്താണ് ഇനീഷ്യൽ വാല്യൂസിന്റെ പ്രത്യേകത, എന്താണ് ബൗണ്ടറി വാല്യൂസിന്റെ പ്രത്യേകത, എന്തിനാണ് ഈ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം? ഒരേ സമയം ഇപ്പൊ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സമയം പല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ പല കാര്യങ്ങളുടെയും ഇഫക്റ്റ് ഉണ്ടാവും അതിൽ. അതായത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അടുക്കളപ്പണി, ഒരാൾക്ക് ഒറ്റയ്ക്ക് അടുക്കളപ്പണി ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ആള് ഒരേ സമയം തന്നെ പല ജോലികൾ ചെയ്താലേ ആ അടുക്കളപ്പണി സമയത്ത് തീരുള്ളൂ. അപ്പൊ ഓരോ കാര്യവും ഇപ്പൊ ഒരേ സമയത്ത് തന്നെ പിന്നെ ഒരു 3-4 കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിൽ ഓടണം. അതായത് ഒരു 4 ഡിഫറെന്റ് പ്രോസസ്സസ് പാരലലി അവരുടെ മനസ്സിൽ ഓടണം. അടുക്കളപ്പണി ചെയ്യുന്ന അമ്മയുടെ മനസ്സിൽ കൂടെ പോണം. പോയാലേ ഫൈനലി ഔട്ട്പുട്ട് നന്നാവുള്ളൂ, സമയത്തിന് അടുക്കളപ്പണി തീരുള്ളൂ. ഇത് തന്നെയാണ് ഈ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഒരു ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. എ എന്ന കെമിക്കലും ബി എന്ന കെമിക്കലും കൂടി ചേർന്ന് സി എന്ന കെമിക്കൽ ഉണ്ടാവുന്നു. അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് സി ഉണ്ടായാലും ഉടനെ അതിന്റെ ഒരു പാർട്ട് റിവേഴ്സ് ആയിട്ട് എയും ബിയും ആയിട്ട് തീരുന്നു. എയും ബിയും കൂടി ചേർന്ന് സി ഉണ്ടാവും. പക്ഷെ അപ്പൊ തന്നെ കുറച്ച് അവിടെ സിക്ക് മുഴുവൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് ഭാഗം തിരിച്ച് എയും ബിയും ആവും. അത് എയിലും ബിയിലും വീണ്ടും കൂടി ചേരും. വീണ്ടും ഈ എയില് ഒന്നും ബിയിൽ ഒന്നും കൂടി ചേർന്ന ഒരു സി ഉണ്ടാവും. അതിൽ കുറച്ചൊക്കെ സി ഉണ്ടാവും, കുറച്ചുണ്ടായ സി വീണ്ടും തിരിച്ച് എയും ബിയും ആവും. അപ്പൊ ഇതൊരു പാരലൽ, മുമ്പോട്ടുള്ള റിയാക്ഷനും ബാക്കോട്ടുള്ള റിയാക്ഷനും രണ്ടും പാരലൽ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ റിയാക്ഷൻ ഒരു അരമണിക്കൂർ, ഈ റിയാക്ഷൻ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ എന്തായിരിക്കും, എത്ര എ ബാക്കി ഉണ്ടാവും, എത്ര ബി ബാക്കി ഉണ്ടാവും, എത്ര സി ബാക്കി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അറിയില്ലോ. കാരണം അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് അളന്നു നോക്കിയാലേ അറിയുള്ളൂ. കെമിസ്ട്രിക്കാരൊക്കെ അങ്ങനെയാണ് പറയാ. അതെങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക?
ഇത് അരമണിക്കൂർ കഴിഞ്ഞ് അളന്നു നോക്കി ഞാൻ നോക്കി പറഞ്ഞുതരാം, ഞാൻ ലാബിൽ പോയി നോക്കി പറഞ്ഞുതരാം എന്ന് പറയും. ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്തമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇത് പാരലൽ ഇക്വേഷൻസ് അല്ലേ അത്, പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലേ അത്. കാരണം ഓരോ റേറ്റ് ഓഫ് ചേഞ്ച് വഴിക്കല്ലേ ഇതൊക്കെ നടക്കണത്. ഇത് ചേഞ്ച് എയും ബിയും കൂടി കൂട്ടിച്ചേർന്ന് സി ആവുക എന്നുള്ളൊരു ചേഞ്ച് ആണ് നടക്കുന്നത്. അതിനൊരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലെവലിലേക്ക് എത്തും. ഇത് പാരലലി അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും പാരലൽ ആണ്. ഇത് ഒരേ സമയത്ത് തന്നെ ഈ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കി അതിനെ പ്രോസസ് ചെയ്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് പ്രോസസ് ചെയ്ത് അരമണിക്കൂർ എന്നല്ല 50 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി എത്ര എ ഉണ്ടാവും, എത്ര ബി ഉണ്ടാവും, എത്ര സി ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗണിതശാസ്ത്ര മേഖലയാണ് ഈ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് ഈ പാരലൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ പറ്റിയാൽ അത്തരം അധ്യാപകരെ അല്ലെങ്കിൽ അത്തരം അച്ഛനമ്മമാരെ അല്ലെങ്കിൽ അത്തരം ഫ്രണ്ട്സിനെ നമ്മൾ ബഹുമാനിക്കും, അല്ലെങ്കിൽ ഇത് കേട്ട് പഠിക്കുന്ന ആളുകൾ ബഹുമാനിക്കും. ഇതാണ് ഇത് വളരെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൊഹേസീവായിട്ട് കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് ഗുണം ചെയ്യും. ഇതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഫിസിക്സിലെ കാര്യമോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ കാര്യമോ അല്ലെങ്കിൽ പിന്നെ ബയോളജിയിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് ആ രണ്ട് കാര്യം, ഒന്ന് ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് നല്ല വിവരം വേണം, അത് വേണം. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താണ്? കണക്ട് ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ ഉള്ള കഴിവ് നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല പ്രാസംഗികരാവും. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ തറവാവും. കാരണം നമ്മൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് ഏറ്റവും വഴങ്ങുന്ന സബ്ജക്റ്റ് ആണ്, ഏറ്റവും എളുപ്പത്തിൽ വഴങ്ങുന്ന സബ്ജക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് സബ്ജക്റ്റിൽ വളരെ തറവാവും. അറ്റ് ദ സെയിം ടൈം ആ സബ്ജക്റ്റ് കൃത്യമായിട്ട് മുമ്പോട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ബാക്കിയുള്ള സമയം വേറെ ഓരോന്നിനും യൂസ് ചെയ്യാം. ഫുട്ബോൾ കളിക്കാൻ യൂസ് ചെയ്യാം, ഡാൻസിന് യൂസ് ചെയ്യാം, പാട്ടിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിവിൽ സർവീസിന് അങ്ങനെയായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിയോ ഹോബിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, അതൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ആള് എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവർ എന്താണ് പറയാ, അതാ ഇന്ന ആളോട് പറഞ്ഞാൽ ആള് നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു തരും. അപ്പൊ ഇന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ആളെ വിളിച്ചാൽ മതി, ആ ആള് നന്നായിട്ട് പ്രസംഗിക്കും. ഒരു പ്രസംഗ പാഠവും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, ഓഫ് കോഴ്സ് 2 തരം പ്രാസംഗികരുണ്ട്. ഒന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരണവരും, മറ്റത് കയ്യടിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. ആ കയ്യടിക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞ് സംസാരിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നസെന്റ്, സിനിമാ നടൻ ഇന്നസെന്റ്, അദ്ദേഹം 1 മണിക്കൂർ പ്രസംഗിച്ചാലും അതിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ലിംഗ്വിസ്റ്റിക്സോ ഒരു സബ്ജക്റ്റും ഉണ്ടാവില്ല, അതായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ 1 മണിക്കൂർ നേരം കൈയടിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണത്. അദ്ദേഹം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഫിസിക്സിലോ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലയിൽ കയറില്ല. അങ്ങനത്തെ ഒരാളാണ് 1 മണിക്കൂർ ആളുകളെ മുമ്പിൽ ഇരുത്തി രസിപ്പിക്കുന്നത്. അത് വേറെ കാര്യം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ഒരു ഫീൽഡിൽ നോളജ് കിട്ടണം. ആ സബ്ജക്റ്റ് ആരാണ് പറഞ്ഞു തരാൻ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന പേരിൽ ഒരാളുണ്ട്, ആ ആൾ ആ സബ്ജക്റ്റ് നന്നായിട്ട് പറഞ്ഞു തരും.
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും. അത് ഒരു ക്ലാസ് ആയിട്ട് വേണമെങ്കിലും എടുക്കും, ഒരു പ്രസംഗ രൂപത്തിലും പ്രസന്റ് ചെയ്യും, എങ്ങനെ വേണമെങ്കിലും അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യും, അല്ലെങ്കിൽ ആ സ്ത്രീ ചെയ്യും, അല്ലെങ്കിൽ ആ ടീച്ചർ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ ഉദ്യോഗസ്ഥ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ ഒരു പാഠവും ഇന്നത്തെ കാലത്തല്ല എല്ലാ കാലത്തും ഈ ഒരു എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ് പഠിക്കുക, പ്ലസ് ഈ ഒരു പാഠവും, അതായത് കൊഹേസീവായിട്ട് സംസാരിക്കുക എന്നുള്ള ആ പാഠവും, ഇത് രണ്ടും കയ്യിലുള്ള ആളുകൾക്ക് ഏത് ഇന്റർവ്യൂവിൽ പോയാലും ഏത് വെന്യൂവിൽ പോയാലും അവർക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടും. ഇന്റർവ്യൂവിലൊക്കെ ചെന്നാൽ പെട്ടെന്ന് ഷൈൻ ചെയ്യാൻ പറ്റും അവർക്ക്. കാരണം അവർ കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന് കാര്യം പറഞ്ഞ് മിനിമം സെന്റൻസിൽ 3, 4, 5 സെന്റൻസിൽ അവരത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലാക്കും. ഇങ്ങനെ ഇതൊരു പോയിന്റ്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം, അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്നല്ല ഞാൻ പറയണത്, ഈ കാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളും ഭാവിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ സ്മാർട്ട് ഫോൺസ്, അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങൾ, ആധുനിക സൈബർ സൗകര്യങ്ങൾ. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും, എങ്ങനെയൊക്കെ ഇപ്പൊ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ശാസ്ത്രജ്ഞനായാലും അല്ലെങ്കിൽ IAS ഓഫീസർ ആയാലും IPS ഓഫീസർ ആയാലും രാഷ്ട്രീയ നേതാവായാലും ഒരു സോഷ്യൽ വർക്കർ ആയാലും ഒരു സാധാരണ വീട്ടമ്മ ആയാലും പിന്നെ ഒരു കൃഷിക്കാരനായാലും ആരായാലും ശരി, നിങ്ങൾക്ക് ഇന്നത്തെ സൈബർ ടെക്നോളജിയിൽ നിന്ന് ഒരു അതൊന്നും വിട്ടു നിൽക്കാൻ പറ്റില്ല. അതില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ പറ്റില്ല. നമുക്ക് പല കാര്യത്തിനും നമുക്ക് സൈബർ ടെക്നോളജി ആവശ്യം വരും. ഒന്നുകിൽ ഒരു മൊബൈൽ ഫോണിൽ ആരെങ്കിലും വിളിച്ചാൽ അത് എടുക്കാനെങ്കിലും അറിയണം, അല്ലെങ്കിൽ ഒരു അതിന് ഒരു അടുത്ത സ്റ്റേജിൽ SMS അയക്കാനോ അതൊക്കെ അറിയണം. അടുത്ത സ്റ്റേജിൽ ഡേറ്റ ഓൺ ചെയ്യാനോ വൈഫൈ ഓൺ ചെയ്യാനോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വാട്സാപ്പിൽ ഒരു എൻട്രി ഇടാനോ ഫേസ്ബുക്കിൽ എൻട്രി ഇടാനോ വന്നത് നോക്കാനോ അതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് ഓരോന്നും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പ്രായമായിട്ടുള്ള ആളുകളും ഇപ്പോൾ ഒരു വിധം നേരെയായി വരുന്നുണ്ട്. ഒരു വിധം എല്ലാവരും സ്മാർട്ട് ഫോൺസും അതൊക്കെ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുണ്ട്. ഒരു വിധം എല്ലാവരും. ചിലവരൊക്കെ അതിന് അപൂർവം ചിലവർ മാറി നിൽക്കുന്നുണ്ടെന്ന് കൂട്ടാം, അത് സാരില്ല. പക്ഷേ ഇപ്പൊ ഒരു 50 60 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതൊന്നും ഒരിക്കലും മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അതിൽ മുകളിലുള്ള ആൾക്കാർ കുറച്ച് പേരെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. ചിലവരൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാവുന്നത് എൻ്റെ ഇല്ലത്ത് എനിക്ക് എൻ്റെ വല്യച്ഛൻ്റെ ആത്യമാര് വല്യമ്മ 89 വയസ്സായി. ആലോചിച്ച് നോക്കൂ, 89 വയസ്സാണ് പ്രായം. ഈ 89-ാം വയസ്സിലും ഞാനൊരു SMS ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചാൽ 5 മിനിറ്റിനുള്ളിൽ കൃത്യമായിട്ട് അതിന് മലയാളത്തില്, ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് അതിന് മറുപടി കിട്ടും. അത്ര കൃത്യമാണ്. അവർക്ക് ചെവി കേൾക്കില്ല, ഒരു തരി ചെവി കേൾക്കില്ല. 89 വയസ്സായി. സുഖമായിട്ട് എണീറ്റ് നടക്കും, അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, തരക്കില്ലാതെ ഭക്ഷണം കഴിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷേ വാട്സാപ്പിൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ലോകത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകളൊക്കെ ആയിട്ട് അവർ സ്ട്രെയിറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും പറയും, ചോദിച്ചതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വാട്സാപ്പ് നോക്കും, അതിന് എല്ലാം നോക്കി അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി അയച്ചതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ തുടങ്ങുക. ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഒരു തരി പോലും വാട്സാപ്പ് യൂസ് ചെയ്യാതെ ഉള്ള ആളുകളും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഒരു 60-65 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇന്ന് അതൊന്നും രക്ഷയില്ല.
വാട്സാപ്പ് മാത്രമല്ല, സോഷ്യൽ മീഡിയ എല്ലാം ജനറലി ഇങ്ങനെ എന്താ സ്മാർട്ട് ഫോൺസ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ പലരും തന്നെ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഡേറ്റ ഓൺ ചെയ്താൽ അത് ഓഫ് ആക്കണം എന്ന് അറിയാത്തവര്, ആവശ്യം കഴിഞ്ഞാൽ അത് ഓഫ് ആക്കണം എന്ന് അറിയാത്തവര്, വൈഫൈ ഓൺ ചെയ്താൽ ആവശ്യം കഴിഞ്ഞാൽ, അതായത് വാട്സാപ്പിൽ എന്തെങ്കിലും ഒന്ന് അയക്കണം, അതിന്റെ ആവശ്യം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ഉടനെ വൈഫൈ ഓഫ് ചെയ്യണം എന്ന് അറിയാത്തവര്, സെറ്റിങ്സിൽ പോയിട്ട് അതിൽ ഒരുപാട് സെറ്റിങ്സ് കാണും. ആ സെറ്റിങ്സിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മൾക്ക് വരുന്ന OTP, വാട്സാപ്പിൽ SMS ആയിട്ട് വരുന്ന OTP, ഈ OTP ഏതെങ്കിലും കാരണവശാൽ നമുക്ക് വരുന്ന OTPയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ, OTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴേക്കായിരിക്കും പലപ്പോഴും OTP വരിക. ഇപ്പൊ അല്ലെങ്കിൽ അത്തരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവും. ഈ OTPയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഇത് കാണുന്ന ആളുകൾ തന്നെ നോക്കൂ. മൊബൈൽ ഫോൺ എടുക്കൂ, ആൻഡ്രോയിഡ് മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ അത് മുമ്പിൽ വെച്ചിട്ട് അതിൽ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് ആ സെറ്റിങ്സിൽ പോയിട്ട് ഒരു എന്താ പറയണ്ടേ, ഇൻസ്റ്റാൾഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എല്ലാ ആപ്പുകളും കാണാം, ലൈനായിട്ട് കാണാം, ഒരു വലിയ ലിസ്റ്റ്. അതിൽ ഓരോന്നിലും പോയി എടുത്തു നോക്കൂ, SMS-ന് കൺട്രോൾ കൊടുത്തിട്ടുണ്ടോന്ന്, പെർമിഷൻ കൊടുത്തിട്ടുണ്ടോന്ന്, SMS-ന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോന്ന് നോക്കൂ. SMS-ന്റെ മുകളിൽ ആ ആപ്പിന് പെർമിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ വരുന്ന SMS-നെ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങളായിട്ട് തന്നെ കൊടുത്തതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ SMS കൂടെ വരുന്ന OTP ഹൈജാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇത് ഇങ്ങനെ എല്ലാ ആപ്പിലും നോക്കിയിട്ട് ഇപ്പൊ 40 അല്ലെങ്കിൽ 50 സാധാരണ നിലയ്ക്ക് ഒരു ഇന്നത്തെ മലയാളിയുടെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 തൊട്ട് ഒരു 60 ആപ്പുകൾ വരെ ഉണ്ടാവും സാധാരണ നിലയ്ക്ക്. ചിലവരുടെ അതിലധികം ഉണ്ടാവും, ചിലവരുടെ അതിൽ കുറവായിരിക്കും. എന്നാൽ ജനറലി ഞാനൊരു ആവറേജ് പറയുകയാണ്, 35 തൊട്ട് ഒരു 60 ആപ്പുകൾ വരെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും. ഈ ആപ്പുകളിൽ ഏതിനൊക്കെയാണ് SMS-ന്റെ മുകളിൽ കൺട്രോൾ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 ആപ്പുകൾക്ക് ചിലപ്പോൾ SMS-ന്റെ മുകളിൽ കൺട്രോൾ ഉണ്ടാവും. ഒരൊറ്റ ആപ്പിന് പോലും SMS-ന്റെയോ മെസ്സേജിന്റെയോ മുകളിൽ കൺട്രോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ബേസിക് നോളജ് അക്വയർ ചെയ്യാത്ത ആളുകൾ എന്തെങ്കിലും തരത്തിൽ ഭാവിയിൽ ഒരു കുടുക്കിൽപ്പെടും. ഏത് മൊബൈൽ എടുത്താലും അതിൽ ഏത് ആപ്പ് എടുത്താലും അല്ലെങ്കിൽ ഏത് മൊബൈൽ എടുത്താലും അതിൽ ഒരു ആപ്പിന് പോലും SMS-ന്റെ മുകളിൽ കൺട്രോൾ കൊടുക്കരുത്. കൊടുക്കാം, കോണ്ടാക്ടിന് SMS-ന് കോണ്ടാക്ടിന്റെ മുകളിൽ കൊടുക്കാം, കോണ്ടാക്ടിന് SMS-ന്റെ മുകളിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഫോൺ ആപ്പിന് SMS-ന്റെ മുകളിൽ കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ SMS-ന് കോണ്ടാക്ടിന്റെ മുകളിൽ ആപ്പ് കൊടുക്കാം. മറ്റൊരു ആപ്പിനും SMS-ന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അക്വയർ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ നോളജുകൾ ഉണ്ട്. അതായത് ഇപ്പം ആ ആപ്പിന് തന്നെ ഒരു എക്സാമ്പിൾ, ആ ആപ്പിന് ഏതൊക്കെ ആപ്പിനാണ് മൊബൈൽ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ ഉള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിൽ സെറ്റിങ്സിൽ എടുത്തിട്ട് അതിൽ പെർമിഷനിൽ പോയിട്ട് ആ പെർമിഷൻ അതിൽ ക്യാമറ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഏതൊക്കെ ആപ്പുകൾക്കാണ് ക്യാമറയുടെ മുകളിൽ പെർമിഷൻ ഉള്ളതെന്ന്. സാധാരണ നിലയ്ക്ക് വാട്സാപ്പിന് വേണമെങ്കിൽ വാട്സാപ്പിന് ഇപ്പൊ അതിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വാട്സാപ്പിന്റെ ഉള്ളിലുള്ള ക്യാമറ വർക്ക് ചെയ്യും. ചിലവർ അതും കൊടുക്കില്ല, ചിലവർ പുറത്തുനിന്ന് ക്യാമറ ആപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് വാട്സാപ്പിൽ ഇടും, അല്ലാതെ വാട്സാപ്പിലെ ക്യാമറ ഫെസിലിറ്റി കൊടുക്കില്ല. മിക്കവരും
വാട്സാപ്പിന് ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കും. അതല്ലാതെ ഒരൊറ്റ ആപ്പിനും ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുക്കാൻ പാടില്ല. എന്താണ് കാരണം? നിങ്ങൾ മൊബൈലും കൊണ്ട് ബെഡ്റൂമിൽ പോവും, ചിലർ മൊബൈലും കൊണ്ട് ബാത്റൂമിൽ പോവും. ഇത് ആപ്പുകൾക്ക് ക്യാമറയുടെ മുകളിൽ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഈ ക്യാമറ പ്രവർത്തിക്കാൻ ഈ ആപ്പുകൾക്ക് പറ്റും. ഈ ആപ്പുകളുടെ കൺട്രോള് നമുക്കറിയാത്ത ചൈനയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഒക്കെ ഉള്ള കമ്പനികളുടെ ആപ്പായിരിക്കും. ആരുടെ ആപ്പാണ്, ഏത് കമ്പനി എവിടെ ഉണ്ടാക്കിയ ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യണതെന്നൊന്നും നമുക്കറിയില്ല. ആരൊക്കെയോ ഉണ്ടാക്കിയതായിരിക്കും. എന്തൊക്കെയാണ് ആ ആപ്പിന്റെ അടിയിൽ കൂടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ ആരൊക്കെ ഉണ്ടാക്കിയതാണ്, എന്തൊക്കെയാണ് അടിയിൽ കൂടെ നടക്കുന്നത് ഒന്നും അറിയില്ല എന്നിരിക്കെ അങ്ങനെ ഒരു ആപ്പിന് ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുത്ത് ആ ക്യാമറയും ആ മൊബൈലും കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ആ ക്യാമറ നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് പുറം ലോകത്ത് എത്തിക്കണത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ പെർമിഷൻ എടുത്തിട്ട് ക്യാമറ എടുത്തിട്ട് ആ ക്യാമറ പെർമിഷനുള്ള എല്ലാ ആപ്പുകളെയും ലിസ്റ്റ് ചെയ്തിട്ട് അതിന്നൊക്കെ തന്നെ ക്യാമറ പെർമിഷൻ ഒഴിവാക്കുകയാണ് ഐഡിയലി വേണ്ടത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഉയർന്നു പോകാൻ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പോലും ഇത്തരം ബേസിക് നോളജ് നമുക്ക് ഉണ്ടായേ പറ്റൂ. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോണത്. ഇനിയുള്ള തലമുറയ്ക്ക് ഇങ്ങനെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചല്ലാതെ ഉയർന്ന് ഒരു ലെവലിൽ എത്താൻ പറ്റില്ല. ഇത് മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന സബ്ജക്ട്സ് പഠിക്കുക, എന്നാൽ ഉയരത്തിലെത്താം. രണ്ടാമത് പറഞ്ഞു, കൊഹേസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. അത് എഴുത്തിലായാലും സംസാര ഭാഷയിലായാലും കൃത്യമായിട്ട് കണക്ട് ചെയ്ത് സംസാരിച്ച്, അത് ഏത് ലാംഗ്വേജിലായാലും, ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും, രണ്ട് ഇംഗ്ലീഷും പിന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജും വേണം. അങ്ങനെ കണക്ട് ചെയ്ത് പറയാനുള്ള കഴിവ്. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ട സൈബർ അവയർനെസ്. നമ്മളുടെ കാര്യം സെക്യൂർഡായിട്ട്, നമ്മളെ സെക്യൂർഡായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ട സൈബർ അവയർനെസ് നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാപ്പിൽ വീഴും. ഇത് നാലാമത്തെ ഒരു കാര്യം, ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഉള്ള നമ്മുടെ ശ്രദ്ധ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ അടക്കം 133 ആളുകളുണ്ട്. അത് എനിക്ക് സ്ക്രീനിൽ നിന്ന് മനസ്സിലാവും. ഈ 133 ആളുകളോട് ഞാൻ അവനവന്റെ പേര് എഴുതാൻ പറയാണ്. അവനവന്റെ പേര് ഒരു പേപ്പറിൽ എഴുതാൻ പറയാണ്. പറ്റാവുന്ന ആളുകളൊക്കെ എഴുതിക്കോളും. പറ്റാവുന്ന എല്ലാവരും അവനവന്റെ പേര് ഒരു പേപ്പറിൽ എഴുതി വെക്കും. ഉറപ്പായിട്ട് ഞാൻ പറയാം, ഒരു 70% ആളുകൾക്ക് 100% കൃത്യമായിട്ട് അവനവന്റെ പേര് എഴുതാൻ പറ്റുള്ളൂ. ഇതൊരു ജനറൽ, അവനവന്റെ പേര് പോലും എഴുതാൻ അറിയാത്ത ആളുകൾ എന്നുള്ള ചീത്തപ്പേര് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ എങ്കിലും അവനവന്റെ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവിടെ പോലും എന്റെ പേര് എഴുതാൻ എനിക്കറിയാവും, നിങ്ങൾ പഠിപ്പിച്ചു തരുന്നും വേണ്ട എന്ന് പറയും. പക്ഷേ ഈ ടെസ്റ്റ് ഞാൻ ഒരുപാട് സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൊന്ന് എഴുതും കൃത്യമായിട്ടെന്ന് പറയും. ഒരു 70% ആളുകൾക്ക് അത് കൃത്യമായിട്ട് അവനവന്റെ പേര് സർവ്വ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എഴുതാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഒരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്. നേരിട്ടുള്ള ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു. ഈ പേരെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേരൊന്ന് എഴുതുക. ആദ്യം ഒരു കഷ്ണം കടലാസിൽ നിങ്ങളുടെ പേര് സ്വയം അങ്ങോട്ട് എഴുതുക, ഇനീഷ്യൽ അടക്കം. ഇപ്പൊ ഡോക്ടർ PK നാരായണൻ നമ്പൂതിരി എന്നാണ് പേര് എങ്കിൽ ആ ഡോക്ടർ PK നാരായണൻ നമ്പൂതിരി എന്ന് മുഴുവൻ അങ്ങോട്ട് എഴുതുക. എന്നിട്ട്
എന്താ അതില് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഏത് പേരായാലും അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് എന്താണ് പേരെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറയാമെന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുള്ള ചില കടമകൾ, ചില കാര്യങ്ങളുടെ എന്താ ചില പോയിന്റ്സ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ എന്താ പേരെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് ഷോർട്ട് ഫോം വരുന്നത്, അവിടെയാണ് കുത്തിടേണ്ടത് എന്നാണ് പേരെഴുതുമ്പോഴത്തെ ഒരു നിയമം. അപ്പൊ ഡോക്ടർ PK നാരായണൻ നമ്പൂതിരി എവിടെയൊക്കെ കുത്തു വേണം? ഡോക്ടർ എന്ന് എഴുതുമ്പോൾ DR എന്ന് എഴുതുള്ളൂ, ഡോക്ടറിന് മുഴുവൻ എഴുതില്ല. ഡോക്ടറിന് മുഴുവൻ എഴുതിയിരുന്നെങ്കിൽ ഡോക്ടർ കഴിഞ്ഞാൽ കുത്തു വേണ്ട. പക്ഷെ DR എന്ന് എഴുതുമ്പോൾ അത് ഷോർട്ട് ഫോം ആണ്. DR എന്നുള്ളത് ഡോക്ടറുടെ ഷോർട്ട് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ഉടനെ കുത്തു വേണം. മറ്റൊരു നിയമം, കുത്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു സ്പേസ് വേണം. അത് ഏത് കുത്തിനും ബാധകമാണ്. അപ്പൊ DR കുത്ത് സ്പേസ്, അത് കഴിഞ്ഞ് PK എന്നുള്ളത്. P എന്നുള്ളത് ഷോർട്ട് ഫോം ആണ്. ഏതോ ഒരു ഇല്ലപ്പേരിന്റെ എന്താ പിന്നെ അവനവന്റെ ഇല്ലപ്പേരിന്റെ ഷോർട്ട് ഫോം ആയിരിക്കും P. അപ്പൊ അത് ഇല്ലപ്പേര് മുഴുവൻ എഴുതുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ കുത്തു വേണ്ട. പക്ഷെ ഇല്ലപ്പേര് ഷോർട്ട് ഫോം ആക്കി എഴുതിയാൽ ഉടനെ കുത്തു വേണം. P കഴിഞ്ഞാൽ ഉടനെ കുത്തു വേണം. കുത്തു കഴിഞ്ഞാൽ ഉടനെ സ്പേസ് വേണം, നിർബന്ധമാണ്. കുത്തു കഴിഞ്ഞാൽ ഉടനെ സ്പേസ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് K വരുന്നു. K എന്തിന്റെയോ ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പൊ എന്താ K കഴിഞ്ഞാൽ ഉടനെ കുത്തു വേണം, കുത്തു കഴിഞ്ഞാൽ ഉടനെ സ്പേസും വേണം. അത് കഴിഞ്ഞ് നാരായണൻ എന്നുള്ള പേര്, നാരായണൻ ഫുൾ ഫോം ആണ്, ഷോർട്ട് ഫോം അല്ല. അതുകൊണ്ട് നാരായണൻ കഴിഞ്ഞാൽ കുത്തു വേണ്ട. അത് കഴിഞ്ഞാൽ പക്ഷെ നാരായണൻ എന്നുള്ള ഒരു വാക്ക് കഴിഞ്ഞാൽ സ്പേസ് വേണം. അപ്പൊ ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്പൂതിരി എന്ന് എഴുതാൻ. നമ്പൂതിരി എന്നുള്ളത് എന്താ ഫുൾ ഫോം ആണ്, ഷോർട്ട് ഫോം അല്ല. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ കുത്തും വേണ്ട. അപ്പൊ DR കുത്ത സ്പേസ്, P കുത്ത സ്പേസ്, K കുത്ത സ്പേസ്, നാരായണൻ സ്പേസ്, നമ്പൂതിരി. അത് കഴിഞ്ഞാൽ കുത്തു വേണ്ട. ഇങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്താ അരുൺ P ദാസ് എന്നാണ് പേരെങ്കിൽ അരുൺ ഷോർട്ട് ഫോം അല്ല, അതുകൊണ്ട് കുത്തു വേണ്ട. അത് പക്ഷെ അരുൺ കഴിഞ്ഞാൽ സ്പേസ് വേണം. P ഷോർട്ട് ഫോം ആണ്, അതുകൊണ്ട് P കഴിഞ്ഞാൽ കുത്തു വേണം. കുത്തു കഴിഞ്ഞാൽ ഉടനെ സ്പേസും വേണം. അത് കഴിഞ്ഞാൽ ദാസ് എന്നുള്ളത് ഫുൾ ഫോം ആണ്. അപ്പൊ അത് കഴിഞ്ഞാൽ എന്താ കുത്തു വേണ്ട. അപ്പൊ അരുൺ സ്പേസ് P ഡോട്ട് സ്പേസ് ദാസ്. ഇങ്ങനെ ശ്രദ്ധിച്ച് അവനവന്റെ പേര് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എഴുതാൻ പറ്റിയാൽ ഇതുപോലെ തന്നെ എല്ലാ മറ്റുള്ളവരുടെ പേരുകളും ഇതുപോലെ തന്നെ വീട്ടുപേര്, സ്ട്രീറ്റിന്റെ പേര്, അതുപോലെ എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് അത് ആ കുത്തും സ്പേസും എവിടെയൊക്കെ ഷോർട്ട് ഫോം വേണം, എവിടെയൊക്കെ കുത്തു വേണം, എവിടെയൊക്കെ സ്പേസ് വേണം, എവിടെയൊക്കെ കോമ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പാലിക്കാനുള്ള കഴിവ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. ഏത് കാലത്തും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് നമ്മളെ ഉയരത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ വക 4-5 പോയിന്റ്സ് കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകൾക്ക് മാത്രമേ പറ്റൂ. നേരത്തെ ശ്രീരാമൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓഫീസിലെ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് വരുന്ന ആളുകൾ, അപ്പൊ പ്യൂൺ പോസ്റ്റിൽ വരുന്നത് BTech ആണ്, MTech കാരാണെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാത്തതിന്റെ ദോഷമാണത്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാവും. അതുകൊണ്ടാണ് ആ ഫീൽഡിൽ അവർ ഉയർന്നു പോവാതിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, ചോദ്യം ചോദിക്കാനുള്ള അവസരവും വേണം. ഇത് ഓൾറെഡി 9:30 കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ചോദ്യം ചോദിക്കാനും എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഉത്തരം പറയാനും ഉള്ള സൗകര്യം.
വളരെ സന്തോഷം. ചോദ്യങ്ങൾ ആരെങ്കിലും വിദ്യാർത്ഥികളെ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം ആദ്യമായിട്ട്. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ജയന്തൻ എന്നാണ്. ഞാൻ പുലിയന്നൂരാണ്. ഞാൻ തെക്കൻ പുലിയന്നൂരാണോ വടക്കൻ പുലിയന്നൂരാണോ? വടക്കൻ പുലിയന്നൂരാണ്. ഞാനാണ് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടോ എന്ന് ആദ്യമായിട്ട് ചോദിച്ചതുകൊണ്ട്. ഏതായാലും അങ്ങ് പറഞ്ഞപ്പോ ഫോൺ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എന്റെ മൊബൈൽ എടുത്ത് നോക്കുകയുണ്ടായത്. അപ്പൊ എന്റെ മൊബൈലിൽ ഇപ്പൊ എഴുതി വെച്ചിട്ടുള്ള അലൗഡ് ഓൺലി വൈൽ ഇൻ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതായിട്ടുള്ള ഒരു എന്ത് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം ഞങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. അത് എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആ മൊബൈലില് സെറ്റിംഗ്സില് അപ്പൊ അല്ല, അങ്ങ് പറഞ്ഞല്ലോ മൊബൈൽ സെറ്റിംഗ്സിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ മറ്റുള്ള ആപ്പിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ഇത് പറഞ്ഞല്ലോ. മറ്റുള്ള ആപ്പിന് ക്യാമറയുടെ മുകളിൽ പെർമിഷൻ ഉണ്ടോ ഇല്ലേ? അതെ അതെ. അതില് എന്റെ മൊബൈലിൽ എഴുതിയിട്ടുള്ളത്, ഞാനിപ്പോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല, അങ്ങനെയാണ് കാണുന്നത്. അലൗഡ് ഓൺലി വൈൽ ഇൻ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള എങ്ങനെയാ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതെന്ന് ചോദിക്കാം. അത് ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും, ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കൂല. അപ്പൊ ഡിനൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അതില്. ചില മൊബൈലിൽ ഡിനൈ എന്നായിരിക്കും അത് കാണുക. ചില മൊബൈലിൽ ആ ഡിനൈ എന്നുള്ളതിന്റെ പര്യായ പദങ്ങൾ ഏതെങ്കിലും ആയിരിക്കും കാണുക. അത് സെലക്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. വെറുതെ ക്യാമറയ്ക്ക് നേരത്തെ ഓപ്ഷൻ കൊടുത്തിടേണ്ടത് അത്ര ശരിയല്ല. എന്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ചോദിക്കാം. അപ്പോൾ നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ അലോജ് കൊടുക്കുന്നില്ലേ, നിങ്ങളുടെ ഫോട്ടോ ആക്സസ് ചെയ്യുക, അത് ചെയ്യാണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ അത് കൊടുക്കരുത്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ല ചോദ്യമാണത്. കാലണ്ടർ ആപ്പ്, എൻ്റെ മൊബൈലിൽ കാലണ്ടർ ആപ്പ് ഇല്ല. കാലണ്ടർ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പല ഫീച്ചേഴ്സും കാണും. ഞാൻ പല കാലണ്ടർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലെ ബിസി ആയിട്ടുള്ള ഒരു മോഡേൺ ലൈഫിൽ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾസും, അപ്പൊ അതൊക്കെ ചെയ്യാനും ഓർമ്മിപ്പിക്കാനും പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനും സമയത്ത് ഓർമ്മിപ്പിക്കാനും ഒക്കെയാണ് കലണ്ടർ ആപ്പുകൾ ഉള്ളത്. ഞാൻ ഒരുപാട് കലണ്ടർ ആപ്പുകൾ നോക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ എന്താ ചോദിക്കാന്ന് വെച്ചാൽ കോണ്ടാക്ടിന്റെ മുകളിൽ പെർമിഷൻ വേണം എന്നാണ് ആദ്യം പറയാ. ഞാൻ സ്വാഭാവികമായിട്ട് ആലോചിക്കും, കാലണ്ടർ ആപ്പിന് എന്തിനാ കോണ്ടാക്ടിന്റെ മുകളിൽ പെർമിഷൻ? എന്റെ കോണ്ടാക്റ്റിൽ 2000 ആൾക്കാരുണ്ടാവും. ആ 2000 ആൾക്കാരുടെ പേരും ഫോൺ നമ്പറും കാലണ്ടർ ആപ്പിന് കിട്ടിയിട്ട് എന്ത് കാര്യം? അപ്പൊ അത് എന്തോ പ്രശ്നമുണ്ടല്ലോ, കാലണ്ടർ ആപ്പിന് വേറെ അടിയിൽ കൂടെ എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ. ഞാൻ നോന്ന് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിക്കുക SMS മുകളിൽ പെർമിഷൻ വേണം, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും മുകളിൽ പെർമിഷൻ വേണം, ക്യാമറയുടെ മുകളിൽ പെർമിഷൻ വേണം. ഇങ്ങനെ പറഞ്ഞ് ഓരോ പെർമിഷൻ ചോദിക്കും. എന്തിനാണ് കാലണ്ടർ ആപ്പിന് ഇതിന്റെ മുകളിൽ പെർമിഷൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്ത് സമയമായാൽ ആ സമയത്ത് കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇന്ന ഡേറ്റിന് എന്തൊക്കെയാണ് എൻ്റെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഡേറ്റ് സെലക്ട് ചെയ്താൽ പ്രോഗ്രാംസ് ഒക്കെ വരണം. ടൈം സെലക്ട് ചെയ്ത ആ ടൈമിന് എന്ത് പ്രോഗ്രാമാണ് വെച്ചതെന്ന് കാണണം. ഇത്രയ്ക്കൊക്കെ ആവശ്യമുള്ളൂ. കോണ്ടാക്റ്റും കൂടിയും കൊടുക്കുകയാണെങ്കിൽ വേറെ ചില കാര്യങ്ങളും കൂടിയും അത് പറഞ്ഞു തരും. പക്ഷെ കോണ്ടാക്ട് കൊടുത്തിട്ടില്ലെങ്കിലും വർക്ക് ചെയ്യുന്ന കാലണ്ടർ ആപ്പ് ഉണ്ടോ എന്നാണ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് നോക്കുന്ന ഒരു കാര്യം. ഒന്നുപോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈലിൽ കാലണ്ടർ ആപ്പ് ഇല്ല. അത് നിർബന്ധമായിട്ടില്ല, അതൊരു പോളിസി ആക്കി വെച്ചതാണ്. അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ആപ്പും ഞാൻ യൂസ് ചെയ്യില്ല. അതിനെന്തോ അതിന്റെ അടിയിൽ കൂടെ നമ്മൾ വിചാരിക്കുന്ന പണിയല്ല, അതിന്റെ അടിയിൽ കൂടെ മറ്റൊരു പണിയുണ്ട്.
കാരണം ഈ ഇത്തരം ആപ്പുകൾ അല്ലെങ്കിൽ ആപ്പുകൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ് എല്ലാം. അങ്ങനത്തെ സോഫ്റ്റ്വെയർ എഴുതി ഉണ്ടാക്കുമ്പോൾ പുറമേക്ക് ആ സോഫ്റ്റ്വെയർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാലണ്ടർ ആപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ഇടാൻ പറ്റും. പക്ഷെ അടിയിൽ കൂടെ ആ ആപ്പുകൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മൊബൈലിൽ ചെയ്യണത്, എങ്ങനെയൊക്കെയാണ് നമ്മളെ സെക്യൂർഡ് അല്ലാതെ ആക്കണേ, നമ്മുടെ മൊബൈലിൽ നിന്ന് ഏതൊക്കെ സാധനങ്ങളാണ് എടുത്തുകൊണ്ട് പോണത് ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ കാലണ്ടർ ആപ്പിന് നമ്മുടെ കോൺടാക്റ്റിന്റെ മുകളിൽ പെർമിഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മളുടെ എല്ലാ ഇപ്പോൾ 2000 പേരുകളും ഫോൺ നമ്പേഴ്സും എൻ്റെ കോൺടാക്റ്റിൽ ഉണ്ടെങ്കിൽ അതിന് പുറമെ തന്നെ പല കോൺടാക്റ്റിലും ഞാൻ അവരുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അഡ്രസ്സ് ചിലപ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും, അവരുടെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം മൊത്തത്തിൽ വേണമെങ്കിൽ ഈ ആപ്പിനെ എടുത്തിട്ട് ആ ആപ്പ് ഉണ്ടാക്കിയ ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരം ആപ്പുകൾ യൂസ് ചെയ്യില്ല എന്നുള്ളത് ഒരു പോളിസി ആക്കി വെച്ചതാണ്. അത് എല്ലാവരും അത് ഫോളോ ചെയ്യുകയാണ് നല്ലത്, അവനവന്റെ സെക്യൂരിറ്റിക്ക് നല്ലത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിന് നമ്മളിപ്പോൾ ഓൾറെഡി കുറെ ഓരോന്ന് അലോ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനി മാറ്റാൻ പറ്റുമോ? അത് നമ്മളിപ്പോ അൺഇൻസ്റ്റാൾ ചെയ്താൽ അതിനി മാറ്റാൻ പറ്റുമോ? പറ്റുമല്ലോ. നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട്, ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി പെർമിഷൻ എടുത്തിട്ട് പിന്നെ ക്യാമറയുടെ മുകളിൽ ആർക്കൊക്കെയാണ് പെർമിഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുടെ മുകളിൽ പെർമിഷനുള്ള ആപ്പുകളുടെ ലിസ്റ്റ് ഫുൾ ഇങ്ങോട്ട് വരും. അതിന്ന് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കളയാം, അതായത് പെർമിഷൻ എടുത്ത് കളയാം. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം എടുത്ത് കളയുകയാണെന്നുള്ളത്. വാട്സാപ്പിന് വേണമെങ്കിൽ വെക്കാം, അത് കാരണം അത് എപ്പോഴും യൂസ് ചെയ്യണ ഒരു അതുകൊണ്ട് വാട്സാപ്പിന് വേണമെങ്കിൽ പെർമിഷൻ വെക്കാം, ബാക്കി എല്ലാം എടുത്ത് കളയാം. ഫേസ്ബുക്കിന് പോലും കൊടുക്കണ്ടെന്നാണ് ഞാൻ പറയുക. കാരണം ഫേസ്ബുക്ക് എപ്പോഴും യൂസ് ചെയ്യണതല്ല, വല്ലപ്പോഴും മാത്രം ക്യാമറയുടെ ആവശ്യം വരുള്ളൂ ഫേസ്ബുക്കിൽ. അപ്പോൾ ആ സമയത്ത് മാത്രം അപ്പോൾ പെർമിഷൻ കൊടുത്തിട്ട് ആ വർക്ക് ചെയ്ത് കഴിഞ്ഞ പുറത്ത് വന്നാൽ ഉടനെ ആ ഫേസ്ബുക്കിന് ഉള്ള കൊടുത്ത പെർമിഷൻ എടുത്ത് കളയാം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്ന കറന്റ് ആയിട്ടുള്ള അഫെയർ ഇല്ലേ, നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നിവ ഒരു പ്രശ്നം വരുന്നത് ന്യൂസ് പേപ്പറിലെല്ലാം കാണുന്നില്ലേ? അതും ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ല, അത് വന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു ദോഷവും വരാൻ പോലില്ല. ആ ഒരു നിയമം വന്നതുകൊണ്ട് സാധാരണക്കാർക്ക് ഗുണം മാത്രമേ ഉള്ളൂ, ദോഷമൊന്നും വരാൻ പോലില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. തൃശ്ശൂര് കരോളിൽ ഇല്ലത്തെയാണ്. എൻ്റെ തറവാട് താഴേങ്കുടത്ത്. അപ്പൊ എനിക്ക് 2 ചോദ്യങ്ങളാണ് ഉള്ളത്. താഴേങ്കുടത്തുമന, ശ്രീകൃഷ്ണപുരത്ത്. അതെ അതെ അതെ. എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഇങ്ങനെ സെറ്റിങ്സിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നിന്ന് രക്ഷപ്പെടാമെന്ന്. പക്ഷെ അത് മാറ്റി എന്നുള്ളതിന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. നമ്മുടെ ഫോണിൽ അങ്ങനെ മാറ്റം വരുത്തിയെങ്കിൽ പോലും അവര് പിന്നെയും ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കമ്പനികൾ ആ ഡേറ്റ കളക്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന് എന്താണ് ഒരു അത് നമ്മൾ ഒരു ആപ്പിന് കൊടുത്ത പെർമിഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെ ആ ആപ്പിന് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ വാട്സാപ്പിന് ഒരു എക്സാമ്പിൾ, വാട്സാപ്പിന് നമ്മൾ ഇതിന്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഏത് ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ക്യാമറ പെർമിഷൻ നമ്മൾ എടുത്തു കളഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ വാട്സാപ്പിന് നമ്മുടെ ക്യാമറയുടെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. ഇങ്ങനെ ഓരോന്നായിട്ട് വേറെ ആലോചിച്ച് റിമൂവ് ചെയ്യണം ഓരോന്നായിട്ട്. അങ്ങനെ ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പെർമിഷൻ എടുത്ത് കളഞ്ഞ് ഓരോ ഭാഗത്തു കൂടെ നമ്മളെ സെക്യൂർഡ് ആക്കി കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം, പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലും ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള ഭീമൻ കമ്പനികളിൽ നിന്ന് രക്ഷയില്ലല്ലോ. നമ്മുടെ ഫോണിലൊക്കെ ബൈ ഡിഫോൾട്ട് രക്ഷയില്ലല്ലോ എന്ന് ചോദിച്ചാൽ ചില കാര്യത്തിൽ രക്ഷയില്ല, അത് പറയുന്നത് ശരിയാണ്. പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും ചെയ്യും മൊബൈലിൽ. അതുകൊണ്ട് ഏത് കാര്യത്തിലാണെന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് പക്ഷെ ഈ ഒരു ടോപ്പിക്കിന് പറ്റിയതാണോ? കാരണം ഇത് കുട്ടികൾക്ക്
എന്താ അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ഭാവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്ന് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാന്ദർഭികമായിട്ട് ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് അവസരം കൊടുക്കാം. ഉണ്ണി GBHSS എന്തോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ സാർ, എൻ്റെ പേര് നിഖില എന്നാണ്. ഞാൻ മഞ്ചേരി തിരുവാലൂരിലത്തെ കുട്ടിയാണ്. സാർ, എനിക്ക് എൻ്റെ കരിയർ ബേസ്ഡ് ആണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തില് സൈബർ സെക്യൂരിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട കോളേജസ് ഏതാണെന്നൊന്ന് പറഞ്ഞുതരാമോ? സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഡിഗ്രിയിൽ തന്നെ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത്. രണ്ട്, PG ലെവലിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കുക എന്നുള്ളത്. ഡിഗ്രിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് PG ലെവലിൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പഠിക്കുക. ഞാൻ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ, കമ്പ്യൂട്ടർ സയൻസിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലും നല്ല സ്ട്രോങ് ബേസ് ഉള്ള ആളുകൾക്ക് സൈബർ സെക്യൂരിറ്റിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നല്ല അതിലത്തെ എല്ലാ സബ്ജക്ട്സും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലെ എല്ലാ സബ്ജക്ട്സും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പാസ്സായി എന്നിട്ട് MTechന് അല്ലെങ്കിൽ MSc ലെവലില് സൈബർ സെക്യൂരിറ്റിയും സൈബർ ഫോറൻസിക്സും പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ MTech സൈബർ സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് CDAC-ലുണ്ട്, അതുപോലെ എറണാകുളത്ത് അടുത്ത് ഒരു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജുണ്ട്. അതുപോലെ പാലക്കാട് പാലക്കാടല്ല, സോറി, മറ്റേ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തിരുവല്ലാമല, തൃശ്ശൂർ, പ്രാക്ടിക്കലി തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ്, പക്ഷെ പ്രാക്ടിക്കലി അത് പാലക്കാടിൻ്റെ ഒരു അടുത്താണ് തിരുവല്ലാമല, അവിടെയുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് തിരുവനന്തപുരത്തെ CDAC-ലെ MTech കോഴ്സാണ് നല്ലത്. സാർ, നേരിട്ട് ബിടെക് സൈബർ സെക്യൂരിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എടുത്തതുകൊണ്ട് അതൊരു ഫാൻസി എന്നുള്ള നിലയ്ക്ക് എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ നല്ല സ്ട്രോങ് ബേസ് ഉള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ വിജയിക്കുന്നത്. മറ്റതൊക്കെ ഒരു ഫാൻസി അല്ല. ഇപ്പൊ VIT പോലെ കോളേജിൽ നേരിട്ട് ബിടെക് സൈബർ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ കേരളത്തില് എനിക്ക് തോന്നുന്നു TKM-ൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബിടെക് സൈബർ സെക്യൂരിറ്റി, ബിടെക് സൈബർ സെക്യൂരിറ്റി ആണോ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി ആണോ? VIT-ല് ബിടെക് ഇൻ സൈബർ സെക്യൂരിറ്റി ആണ് കൊടുത്തേക്കുന്നത്. അതിലങ്ങനെയാ കാണിക്കുന്നത്. കേരളത്തില് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പ്ലസ് സൈബർ സെക്യൂരിറ്റി എന്നാണ് കാണിക്കുന്നത്. എന്തായാലും അത് ആ കോഴ്സിന്റെ കോണ്ടന്റ് എന്താണ് എന്നുള്ളത്, സിലബസ് എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഇപ്പൊ ചോദിച്ചതുകൊണ്ട്. ഓക്കെ. അതെടുത്തു കഴിഞ്ഞാൽ നല്ല സ്കോപ്പ് ആവില്ലേ സാർ? വീണ്ടും നിങ്ങൾ സ്കോപ്പിലേക്കാണോ നോക്കണത്, അതോ നിങ്ങൾക്ക് ആ സബ്ജക്ട് വഴങ്ങോ ഇല്ലേ എന്ന് ചിന്തിച്ചോ? കാരണം കമ്പ്യൂട്ടർ സയൻസിനെ നല്ല ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിയാണ് ഞാന്. ഇഷ്ടപ്പെടുന്നത് ശരി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രം അത് വഴങ്ങണ സബ്ജക്ട് ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞ ആ ഒരു എക്സസൈസ് ചെയ്ത് നോക്കി വഴങ്ങണ സബ്ജക്റ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ ആ ഏരിയയിലേക്ക് പോവാം. ഇഷ്ടം പലതും ഉണ്ടാവും, ഇഷ്ടം മുഴുവൻ നടന്നോളണമെന്നില്ല, വഴങ്ങിക്കൊള്ളണമെന്നില്ല. ഓക്കെ സർ, താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്.
ഞാൻ ഷനോജ് എന്ന് പറയും, പുല്ലൂരാണ്. പുല്ലൂർ മന, ഇല്ലപ്പേര് മഞ്ചേരി ഭാഗത്താണ്. അറിയാം. ഒരു സംശയം ചോദിക്കാനായിരുന്നു. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഈസി എന്നും അല്ല ഏവറേജ് എന്ന് പറയുന്ന കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്ട് സെലക്ട് ചെയ്തു. ഇന്നിപ്പോ ഡൊമസ്റ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ടും കേരളത്തിലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നാഷണൽ വൈസിലും ഇന്റർനാഷണൽ വൈസിലും ഒരുപാട് കോഴ്സുകളുണ്ട്, പല കോമ്പിനേഷൻസിലുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ ഇതിൽ നിന്നും എനിക്ക് പറ്റിയ ഏതാണ് കോഴ്സ് എന്ന് അറിയാൻ, ഏതൊക്കെ കോഴ്സ് എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് അറിയാൻ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് എൻക്വയറി ചെയ്യാൻ. കാരണം പലതരത്തിലുള്ള പല കോമ്പിനേഷൻസിലുള്ള കോഴ്സുകളുണ്ട്. അത് പല സ്ഥലത്തായിട്ട് പല യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന കോഴ്സുകളാണ്. അപ്പൊ എനിക്ക് എവിടെങ്കിലും പോയി പെർട്ടിക്കുലർ ഏതെങ്കിലും സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളോ എനിക്ക് അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാൻ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാവുന്ന ഏജൻസി ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പല ഏജൻസിയിൽ പോയിട്ട് പല നിലയ്ക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അത് എപ്പോഴും ഓരോ കാലത്ത് ഓരോ പോലെയാണ്. അത് എല്ലാ കാലത്തും ഒരുപോലെ അല്ല അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ എന്താ പറയണ്ടേ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരം വല്ലതും ഉണ്ടോ പിന്നെ എന്നുള്ള ഇന്നത്തെ കാലത്ത് അത് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുകയായിരിക്കും നല്ലത്. ഞാനൊരു കരിയർ ഗൈഡൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ആണ് ഞാൻ അങ്ങനത്തെ ഒരാളോട് ചോദിക്കാൻ പറയുന്നത്. സാർ, എൻ്റെ പേര് പാർവതി എന്നാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ഈ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്ക് സാർ പുറത്തിറക്കിയിട്ടുണ്ടോ? അങ്ങനെ അറിയാവുന്ന എന്തെങ്കിലും ബുക്ക്? സൈബർ സെക്യൂരിറ്റി ഇപ്പൊ എല്ലാവരും തന്നെ സൈബർ സെക്യൂരിറ്റിയെ പറ്റിയിട്ടാണല്ലോ ചോദിക്കണത്. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഞാൻ ആ ഫീൽഡിലാണെന്നുള്ളതുകൊണ്ടാണോ? കാലഘട്ടത്തിന്റെയും സാർ ആ ഫീൽഡിലാണ് ഉള്ളതിന്റെയും കൂടെ. ഇനി ആദ്യം ആ ഫീൽഡിനെ പറ്റിയിട്ടൊരു കാര്യം പറയാം. ഈ സൈബർ സെക്യൂരിറ്റി എന്ന് സാധാരണക്കാര് പറയുന്ന ആ ടോപ്പിക്കില് ആക്ച്വലി 2 ഏരിയാസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി ഉണ്ട്, സൈബർ ഫോറൻസിക്സ് ഉണ്ട്. ഇതിന് രണ്ടിനും വേണ്ട നോളജ് ഓൾമോസ്റ്റ് സെയിം ആണ്. ടെക്നിക്കൽ നോളജ്, അതായത് കമ്പ്യൂട്ടർ സയൻസ് നോളജ് സെയിം ആണ്. അതായത് ഇപ്പൊ ഞാൻ സൈബർ ഫോറൻസിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ചിലവർ സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടാളുടെയും നോളജ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം നോളജ് ആണ്. പക്ഷേ അഡീഷണലി സൈബർ ഫോറൻസിക്കുകാർക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിയമത്തിന്റെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യണം, ആ കൺട്രിയിൽ എവിടെയാണോ വർക്ക് ചെയ്യണം ആ കൺട്രിയിലത്തെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മേർഡർ കേസ് നടന്നാൽ ആ മേർഡർ കേസിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ ഇന്ന സെക്ഷൻ പ്രകാരമാണ് ആ കേസ് എടുത്തിട്ടുള്ളത്, മേർഡർ കേസ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള സൈബർ തെളിവുകൾ നിരത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ വെച്ച് ഈ കേസ് മുമ്പോട്ട് നീങ്ങുമ്പോൾ ആ കേസ് ജയിക്കാൻ വേണ്ട സൈബർ തെളിവുകൾ എടുത്തു കൊടുക്കാനുള്ള കഴിവും കൂടി വേണം. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിന്റെ സ്കില്ലും വേണം, സൈബർ സെക്യൂരിറ്റിയുടെ സ്കില്ലും വേണം. അഡീഷണൽ ആയിട്ട് ഈ ഇന്ത്യയിലത്തെ നിയമത്തിന്റെ ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇത് കോടതിയെ പറഞ്ഞ് ധരിപ്പിക്കാനോ ഒക്കെ ഉള്ള കപ്പാസിറ്റിയും വേണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫീൽഡാണ് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്നത്, എനിക്ക് സൈബർ ഫോറൻസിക്സ് ആണത്, സൈബർ സെക്യൂരിറ്റി അല്ല. ചെറിയ വ്യത്യാസമേ ഉള്ളൂ നോളജ് വൈസ്. ടെക്നിക്കൽ നോളജ് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെ ആയിരിക്കും. സൈബർ ഫോറൻസിക്സുകാർക്ക് അഡീഷണലി ഇങ്ങനെയൊരു നോളജും കൂടി ആവശ്യമുണ്ട്. എന്ന് മാത്രമല്ല, കോടതിയെ പറഞ്ഞ് ഫലിപ്പിക്കാനും എഴുതി കൊടുത്ത് ഫലിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും കൂടിയും വേണം. അതായത് സാധാരണ നിലയ്ക്ക് ഒരുപാട് പേർ നല്ല കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുക,
അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാരാണ് നല്ലത്. അവർക്ക് ഇംഗ്ലീഷ് സ്ട്രോങ് ആവുള്ളൂ, മലയാളം സ്ട്രോങ് ആവുള്ളൂ, ലാംഗ്വേജിൽ ഇതുള്ളൂ, അതുമാതിരി ഓരോ കാര്യങ്ങളും വളരെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിയമം പഠിച്ചവർക്ക് അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ ഇന്ന് പുറത്തു കിടന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കഴിവും കൂടി ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സൈബർ ഫോറൻസിക്സിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്കില്ല് നല്ലോണം വേണം, വളരെ സ്ട്രോങ് ആയിട്ട് വേണം. ഹാർഡ് കോർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്കില്ല് വേണം. പ്ലസ് ആ എക്സിസ്റ്റിംഗ് ലോയിൽ ഏത് ലോയിലാണോ ഏത് ലോ പ്രകാരമാണോ ആ മേർഡർ കേസിനോ അല്ലെങ്കിൽ റേപ്പ് കേസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് കേസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു സൈബർ കേസ് ആണെങ്കിലോ ഏതിലാ കേസ് എടുത്തത്, ഏത് സെക്ഷൻ പ്രകാരമാണ് കേസ് എടുത്തത് നോക്കിയിട്ട് ആ സെക്ഷന് വേണ്ട കൃത്യം സൈബർ തെളിവ് കൊടുക്കാനും എന്തുകൊണ്ടാണ് അത് തെളിവായിട്ട് വരുന്നത് എന്ന് കോടതിയെ വാക്കാലും എഴുതിയിട്ടും ധരിപ്പിക്കാനുള്ള കപ്പാസിറ്റി വേണം. സൈബർ സെക്യൂരിറ്റിക്കാർക്ക് ഇതൊന്നും വേണ്ട, അവർക്ക് ആ ടെക്നിക്കൽ നോളജ് മാത്രം മതി എന്നുള്ളതാണ്. അപ്പോ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഇനി ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ. ഹലോ സർ. ഹലോ സർ, ഞാൻ വിഷ്ണു ആണ്, പടിഞ്ഞാറേടത്തെയാണ്. അപ്പോൾ ഞാനിപ്പോൾ 12th പഠിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറേ എൻട്രൻസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ നല്ല കോളേജസിൽ കുറച്ച് കുറഞ്ഞ സ്പെഷ്യലൈസേഷനിൽ കിട്ടണതും കുറച്ച് കുറഞ്ഞ കോളേജസിൽ സോറി, ഇവിടെ ഒരു കണക്ഷൻ പ്രോബ്ലം വന്നിട്ട് ഞാൻ കുറച്ചു നേരം ബ്ലാങ്ക് ആയിരുന്നു ഇവിടെ. അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ് സർ. സർ, ഞാൻ വിഷ്ണു ആണ്, പടിഞ്ഞാറേടത്തെയാണ്. ഞാനിപ്പോൾ 12th പ്രിപ്പയർ ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ സർ ഇവിടുത്തെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നണത്. ആയിക്കോട്ടെ, വളരെ സന്തോഷം. നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറഞ്ഞു വിഷ്ണു, ഒന്നുകൂടി സംസാരിച്ചോളൂ. അവസാനത്തെ ചോദ്യമാക്കാം. ഓക്കെ സർ. സർ, ഞാനിപ്പോൾ 12th പഠിക്കുകയാണ്. ഞാൻ കുറെ 12th പഠിക്കുകയാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ പ്രശ്നമല്ലേ, അവിടുത്തെ പ്രശ്നമായിരിക്കോ? രാമൻ സർ, ഞാൻ പറയണത് കേൾക്കാണ്ടോ? ശ്രീരാമൻ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് കേട്ടു. ചെറിയൊരു ബ്ലർ ഉണ്ട്, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. വളരെ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഈ വാതായനം എന്ന ഈ സെഷന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായി നിർവഹിച്ചതിൽ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടിന് അഖില കേരള തന്ത്രി സമാജത്തിന്റെ പേരിലും സ്വന്തം പേരിലും പഠിതാക്കളുടെ പേരിലും അന്തർജന സഭയുടെ പേരിലും വിചാരസത്രത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഒരു 4 മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമുക്ക് ആ മുദ്രാവാക്യങ്ങൾ തന്നെ ആദ്യം അവസാനമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇവിടെയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ സെഷനും നടന്നു കഴിയുമ്പോൾ തോന്നാറ്, ഈ സെഷൻ സംഘടിപ്പിക്കാൻ വളരെ വൈകിയല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് സങ്കടമാണ് തോന്നുന്നത്. ഇത് എനിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ, എൻ്റെ മക്കളൊക്കെ അപ്ലൈ ചെയ്യാൻ ഈ നോളജ്, ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ വൈകിപ്പോയല്ലോ എന്നുള്ള സങ്കടമുണ്ട്. ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഈസി സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ കൊഹസീവ്
എന്ന 2 വാക്കിൽ നിന്ന് തന്നെ നമ്മൾ സിവിൽ സർവീസ് എന്നല്ല, ഈ 4 മുദ്രാവാക്യങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്വന്തം പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ ഈ വെബിനാറിലൂടെ പി വിനോദ് ഭട്ടതിരിപ്പാട് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ വിനോദേട്ടൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. അതിന് നമ്മൾ മുന്നേ തന്നെ നിശ്ചയിച്ചിരുന്നു ഡോക്ടർ പ്രേമയുടെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള ഒരു സെഷനും അതുപോലെ തന്നെ എക്സാമിനെ എങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം എന്നതിലൊരു സെഷനും നമ്മൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിതാക്കളുടെ ശ്രദ്ധയിൽ ഇന്ന് പറഞ്ഞ ഈ 4 സൈബർ അവയർനെസ് ഉൾപ്പെടെയുള്ള ആ 4 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്ത സെഷനിൽ നിങ്ങളെ കാണുന്ന സമയത്ത് ഈ ഈസി സബ്ജക്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ടതാണ്. അത് നിങ്ങളെ അറിയിക്കും. നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ മേൽവിലാസം എൻ്റെ വാട്സപ്പിലേക്ക് അയക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടിനും എല്ലാവരുടെ പേരിലും തന്ത്രസമാജത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം ചോദിച്ചോട്ടെ? പോയല്ലേ? ചോദിച്ചോളൂ. അല്ല, അദ്ദേഹം പോയോ? വിനോദ് ഡോക്ടർ പോയോ? സാർ പോയി തോന്നുന്നു അല്ലേ? പോയി വളരെ നേരത്തെ തുടങ്ങിയതാണല്ലോ. അപ്പൊ അതിന്റെ എന്തെങ്കിലും നമുക്കിനി വീണ്ടും സെഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് അല്ല, ഞങ്ങള് റിലേഷനാണ്. ചോദിച്ചോളാം. എന്റെ മകളുടെ ഉണ്ണിയാണ്, മകളുടെ മകനാണ് വിഷ്ണു സംസാരിച്ചത്. അപ്പൊ അത് 12th പഠിക്കുന്നു പറഞ്ഞ് സംസാരിച്ചില്ലേ? അതെ. അതൊന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ നേരിട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ. അപ്പോഴ് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാര് നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ മേൽവിലാസവും പഠിക്കുന്ന ക്ലാസ്സും ഉപയോഗിക്കുന്ന വാട്സപ്പ് നമ്പറിലൂടെ വരിക. എന്നിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ഇതുപോലെ പരസ്യമൊന്നും ഉണ്ടാവില്ല, അവരെ മാത്രമേ അറിയിക്കുകയുള്ളൂ എന്നും കൂടി അറിയിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും, ഇത് എല്ലാവരുടെയും ഒരു പ്രോഗ്രാമാണ്. ആ രീതിയിൽ എല്ലാവരും കണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പേപ്പറിൽ അയക്കാനേ ഒരു ഇത് ഞാൻ വേണമെന്ന് പറഞ്ഞില്ലേ? അത് പക്ഷെ എനിക്ക് അയച്ചു തന്നിരുന്നു വളരെ വലിയൊരു ഇതാണല്ലോ. അത്രയും വേണ്ട, ചുരുക്കത്തിലൊന്ന് എഴുതിയിട്ട് അയച്ചു തരും. ആയിക്കോട്ടെ, നാളെ അയക്കാം. നാളെ ശരിയാ.